കൂട്ടുകാരെ, നമ്മൾ ഇന്ന് എന്താണ് പഠിക്കാൻ പോകുന്നത്? നമ്മൾ ഇന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ നമ്മുടെ കാറ്റഗറി 2 സോഷ്യൽ സയൻസിലെ 2024 സോഷ്യൽ സയൻസിന്റെ അനാലിസിസ് ആണ്, ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നടത്തുന്നത്. അപ്പൊ ഞാനിവിടെ അനാലിസിസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ കോഡ് ഡി ആണ് കേട്ടോ. അപ്പൊ ഡി ആണ് നിങ്ങൾ നോക്കുക. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മൗര്യ സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഓപ്ഷൻ എ കൗടില്യൻ, ചന്ദ്രഗുപ്ത മൗര്യൻ, അശോകൻ, ചന്ദ്രഗുപ്ത രണ്ടാമൻ. ആൻസർ ഏതാ വരുന്നത്? ചന്ദ്രഗുപ്ത മൗര്യൻ. ചന്ദ്രഗുപ്ത മൗര്യനാണ് മൗര്യ സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. അപ്പോ മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത് ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യൻ. BC 321 മുതൽ 185 വരെ ഉള്ള കാലഘട്ടമാണ് മൗര്യ സാമ്രാജ്യം നിലനിന്നിരുന്നത്. ഇന്ത്യൻ ഭൂഖണ്ഡത്തിലെ ശക്തമായ ഭരണം എന്ന് പറയുന്നത് ആരുടേതായിരുന്നു? മൗര്യന്മാരുടേത് ആയിരുന്നു. ഓക്കെ, ക്രിസ്തുവിന് മുമ്പ് അതായത് BC 321 ചന്ദ്രഗുപ്തൻ മഗധയിലെ രാജാവായിട്ട് മാറിയിട്ടുണ്ട്. എന്നാണ് ക്രിസ്തുവിന് മുമ്പ് 321 ചന്ദ്രഗുപ്തൻ മഗധയിലെ രാജാവായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇതിന്റെ തലസ്ഥാനമായിട്ടുള്ള പാടലിപുത്ര ആദ്യമായി സന്ദർശിച്ചത് ആരായിരുന്നു? നമ്മുടെ മെഗസ്തനീസ് ആയിരുന്നു പാടലിപുത്ര സന്ദർശിച്ചത്. പിന്നെ നമ്മുടെ ചന്ദ്രഗുപ്തനെ കുറിച്ച് വിശദമാക്കിയ പുസ്തകം ഏതാണ്? ഇന്ത്യക്ക ആണ്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു മൗര്യ സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യനാണ്. ഇതിൽ ഓപ്ഷനിൽ നിങ്ങൾക്ക് കൗടില്യനെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ? നോക്കൂ, കൗടില്യനെ പറയുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഓർമ്മ വരുന്നത് എന്താണ്? കൗടില്യനെ പറയുമ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് അർത്ഥശാസ്ത്രം, കൗടില്യന്റെയാണ് അർത്ഥശാസ്ത്രം. പിന്നെ അശോകൻ എന്ന് പറയുന്നത് ആരാണ്? മൗര്യ സാമ്രാജ്യത്തിലെ ഭരണാധികാരി ആയിരുന്നു. അതുപോലെ തന്നെ ചന്ദ്രഗുപ്ത രണ്ടാമൻ എന്ന് പറയുന്നത് ഗുപ്ത സാമ്രാജ്യത്തിലെ ഭരണാധികാരി ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഏതാണ് മൗര്യ സാമ്രാജ്യത്തിലെ സ്ഥാപകൻ എന്ന് ചോദിച്ചാൽ ആരാണ് ആൻസർ ആയിട്ട് വരുന്നത്? ചന്ദ്രഗുപ്ത മൗര്യനാണ്. ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ശിലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഏത് മണ്ഡലത്തിലാണ് ശിലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ അസ്തനോസ്ഫിയറിന് മുകളിൽ, അയണോസ്ഫിയറിന് മുകളിൽ, ജൈവമണ്ഡലത്തിന് മുകളിൽ, ജലമണ്ഡലത്തിന് മുകളിൽ. ഓക്കെ, ഓപ്ഷനിൽ ഏതാണ് വരുന്നത്? ഏതാണ്? അസ്തനോസ്ഫിയറിന് മുകളിലാണ് എന്തുള്ളത്? ശിലാമണ്ഡലം ഉള്ളത്. ഓക്കെ, അപ്പോ ജൈവമണ്ഡലം, ഇതിൽ നമുക്ക് ഓപ്ഷനിൽ പ്രധാനമായിട്ടും എന്തൊക്കെയുള്ളത്? അസ്തനോസ്ഫിയറിന് മുകളിൽ, അയണോസ്ഫിയറിന് മുകളിൽ, ജൈവമണ്ഡലത്തിന് മുകളിൽ, ജലമണ്ഡലത്തിന് മുകളിൽ. അപ്പം എന്താണ് ജൈവമണ്ഡലം, ജലമണ്ഡലം, അയലോസ്ഫിയർ, അസ്തനോസ്ഫിയർ എന്നൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ ജൈവമണ്ഡലം എന്ന് പറയുന്നത് എന്താണ്? ജീവനുള്ള എല്ലാ വസ്തുക്കളും ഉൾപ്പെടുന്നതാണ് ജൈവമണ്ഡലം എന്ന് പറയുന്നത്. അതായത് ഭൂരൂപം ഭൂരൂപം ഉൾപ്പെട്ട ഭാഗം, ഭൂമിയിലെ ഖരഭാഗമാണ് ശിലാമണ്ഡലം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ജലമണ്ഡലത്തെ എന്താണ്? നമ്മുടെ നദികൾ, അതുപോലെ തന്നെ നദികൾ, പുഴ, തടാകം ഇവയൊക്കെ ഉൾപ്പെടുന്നതാണ് നമ്മുടെ ജലമണ്ഡലം എന്ന് പറയുന്നത്. ഭൂമിയിൽ 2/3 ഭാഗവും എന്താണ്? ജലം ആണ്. ഓക്കെ, അപ്പൊ ഭൂമിയിൽ 3 കാരണങ്ങളിലൂടെ ജലം എത്തുന്നുണ്ട്. അപ്പൊ ഏതൊക്കെ മേഖലകളിലൂടെയാണ്? നമുക്ക് നോക്കാം. നദി, പുഴ, തടാകം ഇവയിലൂടെയൊക്കെ ഭൂമിയിൽ എന്തെത്തുന്നുണ്ട്? ജലം എത്തുന്നുണ്ട്. രണ്ടാമത്, ഭൂമിക്കുള്ളില് ജലമുണ്ട്. അതുപോലെ തന്നെ അന്തരീക്ഷത്തിലെ നീരാവിയായിട്ടും ജലമുണ്ട്. അപ്പൊ നമ്മുടെ ഭൂമിയിൽ 2/3 ഭാഗവും എന്താണ്? ജലമാണ്. ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമത്തേതാണ് ജൈവമണ്ഡലം. നമ്മൾ പറഞ്ഞു എല്ലാ ജീവജാലങ്ങളും, ജീവനുള്ള എല്ലാതും ഉൾപ്പെടുന്നത് ജൈവമണ്ഡലം ആണ്. ഓക്കെ, ഇനി അസ്തനോസ്ഫിയറിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 100 കിലോമീറ്റർ മുതൽ 700 കിലോമീറ്റർ വരെയുള്ള ഭാഗമാണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. അവിടെ ശിലകൾ ഉരുകിയ അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അയണോസ്ഫിയർ, ഇത് തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗമാണ് അയണോസ്ഫിയർ. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലോക വ്യാപാര സംഘടന രൂപീകരിച്ച വർഷം. ഇതൊരു ഫാക്റ്റ് ആണ്. 1990, 1992, 1995, 2000. ഏതായിരിക്കും ആൻസർ? 1995.
ഓക്കെ ആണല്ലോ. ലോകവ്യാപാര സംഘടന രൂപീകരിച്ചത് 1995-ലാണ്. ഇത് രാഷ്ട്രാനന്തര വ്യാപാരം രൂപീകരിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര സംഘടനയാണ്. 1948 ജനുവരി 1 ഗാട്ട് കരാറാണ് 1955 ജനുവരി 1 WTO ആയിട്ട് മാറിയത്. എന്നാണ് 1948 ജനുവരി 1 ഗാട്ട് കരാറാണ് 1955 WTO ആയിട്ട് മാറിയത്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 2022-23 മാനവ വികസന റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഇന്ത്യയുടെ സ്ഥാനം? ഓക്കെ, ആൻസർ എന്ന് വരുന്നത് 132 അതൊരു ഫാക്റ്റാണ്. 2022-23 മാനവ വികസന റിപ്പോർട്ടിൽ 132 നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. 2020 ആയപ്പോൾ എന്തായിരുന്നു ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത്? 131. എന്നാൽ 1990 ആവുമ്പോഴേക്കും അത് കൂടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ 2019 ആവുമ്പോൾ കുറഞ്ഞിട്ടാണ് വന്നിരുന്നത്. എന്താണ് മാനവ വികസന സൂചിക എന്ന് നമ്മൾ പഠിക്കണം. എന്താണ്? ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം എന്നിവ അളക്കുന്നതാണ് എന്ത്? മാനവ വികസന സൂചിക എന്ന് പറയുന്നത്. രാജ്യത്തിന്റെ ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം എന്നിവ അളക്കുന്നതാണ് മാനവ വികസന സൂചിക എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തതാണ് ആദ്യത്തെ വേദത്തെ കണ്ടുപിടിക്കാം. ഇതിൽ 3-4 വേദങ്ങൾ നമുക്ക് ഓപ്ഷൻ ആയിട്ട് തന്നിട്ടുണ്ട്. യജുർവേദം, സാമവേദം, ഋഗ്വേദം, അഥർവവേദം. ഓക്കെ, അപ്പൊ വേദങ്ങളെ പറയുമ്പോൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാൽ മതിയല്ലേ? ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം. അപ്പൊ ആദ്യത്തെ വേദം ഏതാണ്? ഋഗ്വേദാണ് അല്ലെ. അപ്പൊ ആദ്യത്തെ വേദത്തെ കണ്ടെത്തുക. നമുക്ക് ആൻസർ വളരെ എളുപ്പമായി. ഏതാണ്? ഋഗ്വേദമാണ് ആദ്യത്തെ വേദം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഋഗ്വേദം എന്ന് പറയുന്നത് ഋഗ്വേദത്തിലെ കീർത്തനങ്ങൾ എന്തായിരിക്കും? സംഹിതകളായിരിക്കും. രണ്ടാമത്തത് യജുർവേദത്തെ കുറിച്ചാണ് നോക്കുന്നത്. യജുർവേദം എന്താണ്? യജുർവേദത്തെ തന്നെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ശുക്ല യജുർവേദം, കൃഷ്ണ യജുർവേദം എന്ന് 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇനി സാമവേദങ്ങൾ എന്താണ്? യജ്ഞങ്ങൾ നടക്കുമ്പോൾ ആലപിക്കുന്നതാണ് എന്ത്? സാമവേദം എന്ന് പറയുന്നത്. ഇനി അഥർവവേദം, അഥർവ കൃഷിയുടെ പേരിലാണ് എന്തറിയപ്പെടുന്നത്? അഥർവവേദം അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ആദ്യത്തെ വേദം കണ്ടെത്തുക. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, 4 വേദങ്ങൾ. അതിൽ ഋഗ്വേദം ആദ്യത്തെ ഏതാണ്? ഋഗ്വേദമാണ്. ഈ ആൻസർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത് ഏത് സമയങ്ങളിലാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത് എപ്പോഴൊക്കെയാണ്? ഓപ്ഷൻസ് നമുക്ക് നോക്കാം. വേനൽക്കാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ രൂപം കൊള്ളുന്ന ഉച്ചമർദ്ദ മേഖല മൂലം. രണ്ടാമത്തെ ഓപ്ഷൻ എന്താ? വേനൽക്കാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദ മേഖല മൂലം. ഓപ്ഷൻ സി എന്താ? ശൈത്യകാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ രൂപം കൊള്ളുന്ന ഉച്ചമർദ്ദ മേഖല മൂലം. ഓപ്ഷൻ ഡി, ശൈത്യകാലത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദ മേഖല മൂലം. അപ്പം ആൻസർ ഏതാണ് വരുന്നത്? ശൈത്യകാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദ മേഖല മൂലമാണ് നമ്മുടെ ഓപ്ഷൻ ആയിട്ട് വരുന്നത്, ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എങ്ങനെയാണ് രൂപപ്പെടുന്നത് നമുക്ക് നോക്കണം. അപ്പൊ എങ്ങനെയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എന്ന് രൂപപ്പെടുന്നത് നമുക്ക് നോക്കാം. 2 തരം മൺസൂണുകൾ. മൺസൂൺ ഏത് വാക്കിൽ നിന്നാണ് വരുന്നത്? മൗസിം എന്ന പദത്തിൽ നിന്നാണ് മൺസൂൺ വന്നത്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? വടക്കു കിഴക്കൻ മൺസൂൺ ഉണ്ട്. അപ്പൊ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എങ്ങനെയാണ് രൂപപ്പെട്ടത് നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം, ദിക്കുകൾ അറിയാം അല്ലെ? വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്, ഇങ്ങനെ 4 ദിക്കുകളാണ് ഉള്ളത്. അപ്പം മാർച്ച് മാസമൊക്കെ ആകുമ്പോൾ സൂര്യൻ എവിടെയായിരിക്കും? ഇന്ത്യയുടെ മാപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് ഉത്തരാർത്ഥം, ദക്ഷിണാർത്ഥഗോളം, ഉത്തരാർത്ഥഗോളം, അങ്ങനെ 2 ഭാഗങ്ങളുണ്ട് അല്ലെ? മാർച്ച് മാസം ആകുമ്പോൾ എവിടെയാണ് ഉണ്ടാവുന്നത്? സൂര്യൻ ഇവിടെ ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ സൂര്യൻ ഇവിടെ ഉണ്ടാവുമ്പോൾ എന്തായിരിക്കും? ഇവിടെ എന്തായിരിക്കും? ചൂട് കൂടുതലായിരിക്കും. അപ്പം
ചൂട് കൂടുതലുള്ള ഭാഗത്തേക്ക് ചൂട് കുറഞ്ഞ ഭാഗത്ത് നിന്ന് എന്തുണ്ടാവും? കാറ്റടിക്കും. ഇത് കോറിയോലിസ് പ്രഭാവം മൂലം ചരിഞ്ഞു പോകും. അപ്പൊ ഏത് ദിശയിലേക്കാണ്? ദക്ഷിണാർദ്ധഗോളത്തിൽ നിന്ന് ഉത്തരാർദ്ധ ഗോളത്തിലേക്ക് കാറ്റ് വീശും. ഏത് ദിശയിലാണ്? തെക്കു പടിഞ്ഞാറ് ദിശയിലാണ് കാറ്റ് വീശുന്നത്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ഇവിടെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്നത്. ഇനി സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിലാവുമ്പോൾ എന്താവും? ചൂട് കൂടുതലുള്ള ഭാഗത്തേക്ക് ചൂട് കുറഞ്ഞ ഭാഗത്ത് നിന്ന് കാറ്റ് വീശും. കോറിയോലിസ് പ്രഭാവം മൂലം ചരിഞ്ഞാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വടക്ക് കിഴക്കൻ മൺസൂണും തെക്കു പടിഞ്ഞാറൻ മൺസൂണും രണ്ട് രീതിയിലാണ് ഉണ്ടാകുന്നതെന്ന് നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലായി. ഓക്കെ ആണല്ലോ? ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഭൂമി സൂര്യനിൽ നിന്നും ഏറെ അകലെയായിരിക്കുന്ന അവസ്ഥ. ഭൂമി സൂര്യനിൽ നിന്നും ഏറെ അകലെയായിരിക്കുന്ന അവസ്ഥ ഏതാണെന്നാണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ. ആദ്യത്തേത് പെരിഹീലിയൻ, അഫീലിയൻ, വിഷുവം, അയനാന്ത ദിനം. ഏതാണ്? ഓപ്ഷൻ ഏതാണ് വരുന്നത്? അഫീലിയൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ പെരിഹീലിയൻ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സൂര്യൻ ഭൂമിയിൽ നിന്നും ഏറെ അകലെയായിരിക്കുന്ന അവസ്ഥയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ എന്താണ്? അഫീലിയൻ ആണ്. എന്നാൽ പെരിഹീലിയൻ എന്താണെന്ന് നമുക്ക് നോക്കാം. പെരിഹീലിയൻ എന്ന് പറയുന്നത് സൂര്യൻ ഭൂമിയോട് അടുത്ത് നിൽക്കുന്ന അവസ്ഥയാണ് എന്ത് വിളിക്കുന്നത്? പെരിഹീലിയൻ എന്ന് വിളിക്കുന്നത്. അഫീലിയൻ എന്താണ്? സൂര്യൻ ഭൂമിയോട് അകലെ നിൽക്കുന്നതാണ് എന്ത്? അഫീലിയൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഓപ്ഷൻ ആണ് വിഷുവം. എന്താണ് വിഷുവം? വിഷുവം എങ്ങനെയാണ്? 12 മണിക്കൂർ രാത്രിയും 12 മണിക്കൂർ പകലും ഉണ്ടാവുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? വിഷുവം എന്ന് പറയുന്നത്. ഓക്കെ, പകലും രാത്രിയും തുല്യമായിരിക്കുന്ന അവസ്ഥ. ഇനി നമുക്ക് നോക്കാനുള്ളത് അയനാന്തം. എന്താണ് അയനാന്തം? സൂര്യന്റെ യാത്ര അവസാനിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അയനാന്തം എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം വിഷുവം ഏത് സമയങ്ങളിലാണ് ഉണ്ടാവുന്നത് അറിയാം? മാർച്ച് 21 മുതൽ സെപ്റ്റംബർ 23 ഈ സമയത്താണ് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കേട്ടോ, വിഷുവം. ഇനി അയനാന്തം എപ്പോഴാണ്? ജൂൺ 21 മുതൽ ഡിസംബർ 22 വരെയുള്ള സമയത്താണ് നമുക്ക് എന്ത് അനുഭവപ്പെടുന്നത്? അയനാന്തം അനുഭവപ്പെടുന്നത്. ഈ അയനാന്തം തന്നെ ഉത്തര അയനാന്തം, അതുപോലെ തന്നെ ദക്ഷിണ അയനാന്തം എന്നും നമുക്ക് തരംതിരിക്കാം. അതുപോലെ തന്നെ ഉത്തര അയനാന്തത്തെ കർക്കിടക അയനാന്തം എന്നും മകര അയനാന്തം എന്നും നമുക്ക് തരംതിരിക്കാം. ഓക്കെ ആണല്ലോ? അപ്പം സൂര്യൻ ഭൂമിയോട് അടുത്തുള്ളത് പെരിഫീലിയൻ, അകലെയുള്ളത് അഫീലിയൻ, സമരാത്ര അതായത് 12 മണിക്കൂർ രാത്രിയും 12 മണിക്കൂർ പകലും ഉള്ളതിനെയാണ് എന്ത് വിളിക്കുന്നത്? വിഷുവം. സൂര്യന്റെ യാത്ര അവസാനിക്കുന്നതാണ് അയനാന്തം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്കുശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് എന്നാണ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ തെലങ്കാന, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്. അപ്പൊ ഓപ്ഷൻ 4 നിങ്ങൾ വായിച്ചു. ഇതിൽ നിന്നും നിങ്ങൾക്ക് ആൻസർ കണ്ടെത്താൻ പറ്റും. ഏതാണ്? കർണാടകം ആണ്. വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് സംസ്ഥാനം എന്ന് പറയുന്നത് കർണാടകയിലെ ഭദ്രാവതി ആണ്. ഓക്കെ, അതുപോലെ തന്നെ മറ്റ് ഇരുമ്പുരുക്കുശാലകൾ എവിടേക്കാണുള്ളത് എന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ആദ്യത്തേത് ബിലായിലുള്ള ഇരുമ്പുരുക്കുശാലയാണ്. ബിലായി ഛത്തീസ്ഗഡിലാണ് ഉള്ളത്. അതുപോലെ ദുർഗാപൂർ എവിടെയാണ്? ദുർഗാപൂർ പശ്ചിമ ബംഗാൾ. റൂർക്കേല എവിടെയാണ്? ഒഡീഷയിലാണ്. ബൊക്കാറോ ജാർഖണ്ഡിലാണ്. വിശ്വേശ്വരയ്യ എവിടെയാണ്? കർണാടകയിലെ ഭദ്രാവതിയാണ്. പിന്നെ ടാറ്റ ഇരുമ്പുരുക്കുശാല എവിടെയാണ്? ജാർഖണ്ഡിലെ ജംഷഡ്പൂർ ആണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്കുശാല എന്ന് പറയുന്നത് ഏതാണ്? വിശ്വേശ്വരയ്യ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ ഭദ്രാവതിയാണ്. പിന്നെ അതുപോലെ തന്നെ ബിലായി, അതുപോലെ തന്നെ റൂർക്കേല, ദുർഗാപൂർ, ബൊക്കാറോ ഇവയൊക്കെ തന്നെയാണ് മറ്റു ഇരുമ്പുരുക്കു ശാലകൾ. ഇവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ്? സെൻസസ് പ്രകാരം ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ്? ബീഹാർ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്. ഏതാണ് ആൻസർ വരുന്നത്? ഒരു ഡൗട്ടും ഇല്ല, ഏതാണ്? ഉത്തർപ്രദേശ് ആണ് കേട്ടോ.
ഏറ്റവും ജനസംഖ്യയുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് ഉത്തർപ്രദേശ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഓപ്ഷനിൽ നമുക്ക് ബീഹാർ എന്താണ്? ഏറ്റവും ജനസാന്ദ്രത കൂടിയ സംസ്ഥാനം ഏതാണ്? ബീഹാർ ആണ്. സാക്ഷരത കുറവ് എവിടെയാണ്? ബീഹാറിലാണ് കേട്ടോ. സാക്ഷരത കുറവ് ബീഹാറിലാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. രാമകൃഷ്ണ മിഷന്റെ സ്ഥാപകന്റെ പേരെഴുതുക. രാമകൃഷ്ണ മിഷന്റെ സ്ഥാപകന്റെ പേരെഴുതുക. സ്വാമി വിവേകാനന്ദൻ, സ്വാമി ദയാനന്ദ സരസ്വതി, ജ്യോതിറാവ് ഫൂലെ, രാജാറാം മോഹൻ റായ്. ആരാണ് രാമകൃഷ്ണ മിഷന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്? സ്വാമി വിവേകാനന്ദനാണ് നമ്മുടെ രാമകൃഷ്ണ മിഷന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. ഇദ്ദേഹം എന്താണ്? ശ്രീരാമ പരമഹംസന്റെ ശിഷ്യനാണ്. ഓക്കെ, ഇനി സ്വാമി ദയാനന്ദ സരസ്വതിയെ കുറിച്ച് നമുക്ക് നോക്കുമ്പോൾ എന്താണ് പറയാൻ പറ്റുന്നത്? ആദ്യമായിട്ട് നമുക്ക് ഓർമ്മ വരുന്നത് എന്താണ്? ആര്യ സമാജാണ് അല്ലെ. ഇനി ജ്യോതിറാവ് ഫൂലെ ആണെങ്കിലോ ഇദ്ദേഹം സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്ത വ്യക്തിയാണ്. സത്യശോധക് സമാജൊക്കെ നമ്മുടെ ജ്യോതിറാവ് ഫൂലെ നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ രാജാറാം മോഹൻ റായ്. എന്താണ് രാജാറാം മോഹൻ റായിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത്? പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അല്ലെ, സതി. സതി എന്താണ്? ഭർത്താവ് മരിച്ചാൽ ഭാര്യ ചിതയിൽ ചാടി മരിക്കണമെന്ന ആചാരം. ഇതിനെതിരെ പോരാടിയ വ്യക്തിയാണ് ആര്? രാജാറാം മോഹൻ റായ്. ഓക്കെ, ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ. മെഹ്റൂളി ഇരുമ്പ് സ്തൂപം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? മെഹ്റൂളി ഇരുമ്പ് സ്തൂപം സ്ഥിതി ചെയ്യുന്നത് ഡൽഹി, ലക്നൗ, ചെന്നൈ, ആഗ്ര. എവിടെയാണ്? ആൻസർ വരുന്നത് ഡൽഹി ആണ് കേട്ടോ. മെഹ്റൂളി ഇരുമ്പ് സ്തൂപം സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. ഇത് 22 അടി ഉയരവും 4.5 അടി ചുറ്റളവും ആണ് മെഹ്റൂളി ഇരുമ്പ് സ്തൂപത്തിനുള്ളത്. 22 അടി ഉയരവും 4.5 അടി ചുറ്റളവുമാണ്. പിന്നെ അതുപോലെ തന്നെ ഇതൊരു എത്ര മഴ കൊണ്ടാലും ഒന്നും തുരുമ്പിക്കാത്ത ഒരു ഇരുമ്പ് സ്തൂപമാണ് എന്ത്? മെഹ്റൂളി ഇരുമ്പ് സ്തൂപം. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ഇത് നമുക്ക് കൈകോർത്ത് പിടിക്കാൻ പറ്റിയാൽ ആ വ്യക്തി, ഏതൊരു വ്യക്തിക്കാണെങ്കിലും അത് കൈകോർത്ത് പിടിക്കാൻ പറ്റിയാൽ ആ വ്യക്തി എന്തായിരിക്കും? മഹാനാണ്, അത് ഇദ്ദേഹം വളരെ ഭാഗ്യവാനാണ് എന്നതാണ് ഇതിന്റെ വിശ്വാസം നിലനിൽക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ. കേസരി എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? ആനി ബസന്റ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ്. ആൻസർ ഏതാ വരുന്നത്? ബാലഗംഗാധര തിലക്. ഇദ്ദേഹമാണ് കേസരി എന്ന പത്രം രൂപീകരിച്ചത്. ഓക്കെ, ഇനി ബാലഗംഗാധര തിലകിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? ബാലഗംഗാധര തിലകാണ്. ഇദ്ദേഹത്തിന്റെ പത്രം ഏതാണ്? കേസരിയാണ്. ഇതൊരു മറാഠി വർത്തമാന പത്രമാണ്. ആനി ബസന്റിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഏതാണ്? ഇദ്ദേഹം എന്ന് പറയുന്നത് INCയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരാണ്? ആനി ബസന്റ് ആണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ബിപിൻ ചന്ദ്രപാലിനെ കുറിച്ച് പറയുമ്പോൾ ഇദ്ദേഹം രൂപീകരിച്ച പത്രം എന്താണ്? ബിപിൻ വന്ദേ മാതരം എന്ന പത്രമാണ്. ഇദ്ദേഹത്തിന്റെ സുഹൃത്ത് നൽകിയ 500 രൂപ കൊണ്ടാണ് എന്ത് രൂപീകരിച്ചത്? സ്ഥാപിച്ച ബിപിൻ വന്ദേ മാതരം എന്ന പത്രം രൂപീകരിച്ചത്. ഇനി ലാലാ ലജ്പത് റായിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എന്താണ്? ഇദ്ദേഹം പാർട്ടിസിപ്പേറ്റ് സ്വദേശി ആന്തോളൻ. എന്താണ് സ്വദേശി ആന്തോളൻ? വിദേശീയ വസ്തുക്കൾ ബഹിഷ്കരിച്ചുകൊണ്ട് സ്വദേശീയ വസ്തുക്കൾ നമ്മൾ വാങ്ങുക. ഇതിനെയാണ് എന്ത് പറയുന്നത്? സ്വദേശി ആന്തോളൻ എന്ന് പറയുന്നത്. ഇത് ബ്രിട്ടീഷ് നയത്തിനെതിരെ നടത്തിയതാണ് സ്വദേശി ആന്തോളൻ. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത വ്യക്തിയാണ് ആര്? ലാലാ ലജ്പത് റായ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 13ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ ഏറ്റവും പഴക്കം ചെന്നത് ഏത്? ഉത്തരപർവ്വത മേഖല, ഉപദ്വീപീയ പീഠഭൂമി, ഉത്തരേന്ത്യൻ സമതലം, തീരസമതലം. അങ്ങനെ 4 ഓപ്ഷൻ ആണുള്ളത്. ഏതൊക്കെയാണ്? അപ്പം പഴക്കം ചെന്ന ഭൂവിഭാഗം ഏതാണ്? ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ഇതിൽ ഏറ്റവും പഴക്കം ചെന്നത് ഏതാണ്? സംശയമൊന്നും വേണ്ട, ഉപദ്വീപീയ പീഠഭൂമി. ഓക്കെ, ഇനി 900 മീറ്റർ ഉയരത്തിലുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പർവ്വതം എന്ന് പറയുന്നത്. 600-300 മീറ്റർ ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പീഠഭൂമി എന്ന് പറയുന്നത്. 300 താഴെയുള്ളതാണ് എന്ത്? സമതലം എന്ന് പറയുന്നത്. പിന്നെ പർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരസമതലം എന്നീ 4 ഓപ്ഷൻ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉത്തര പർവ്വത മേഖല എവിടെയാണ്? ഉത്തര മഹാസമതലം എവിടെയാണ്? പീഠഭൂമി എവിടെയാണ്? തീരസമതലം എവിടെയാണ്? നമുക്ക് നോക്കാം. നമ്മൾ ജസ്റ്റ് ഒരു ഇന്ത്യയുടെ മാപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ
ഉത്തരപർവ്വത മേഖല എവിടെയാ വരുന്നത്? ഏകദേശം ഈ ഭാഗത്തായിട്ടാണ് ഉത്തരപർവ്വത മേഖല വരുന്നത്. നമ്മുടെ കാശ്മീരിനുമായിട്ട് തുടർന്നായിട്ടാണ് എന്ത് വരുന്നത്? ഉത്തരപർവ്വത മേഖല വരുന്നത്. ഉത്തര മഹാസമതലം വരുന്നത് ഏകദേശം ഇത് 1, ഇത് 2, ഏകദേശം ഈ ഭാഗത്താണ് എന്ത് വരുന്നത്? ഉത്തര മഹാസമതലം വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയാണ് പശ്ചിമഘട്ടം, ഇവിടെയാണ് പൂർവ്വഘട്ടമായിട്ട് കണക്കാക്കുന്നത്. ഇത് പശ്ചിമഘട്ടം, ഇവിടെ പൂർവ്വഘട്ടം. ഇതിന് നടുക്കുള്ള മേഖലയാണ് എന്ത്? ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത് ഇതിന് നടുക്കുള്ള മേഖല. ഉത്തര പർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി. പിന്നെ അതുപോലെ തന്നെ പശ്ചിമഘട്ടം ഉണ്ട്, ഇവിടെ എന്തുണ്ട്? പൂർവ്വഘട്ടം ഉണ്ട്. ഇതിന് രണ്ടിനും ഇടയിലായിട്ടുള്ള ഈ ഭാഗം ഉണ്ടല്ലോ, അതാണ് എന്ത്? തീരസമതലം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ഏറ്റവും പഴക്കം ചെന്ന ഭൂവിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഇതിൽ നിന്നും നമുക്ക് ഈ മാപ്പിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. ഏറ്റവും ഉയരമുള്ള ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഉത്തര പർവ്വത മേഖല. രണ്ടാമതായിട്ടുള്ള ഉത്തര മഹാസമതലം, മൂന്നാമതായിട്ടുള്ള ഉപദ്വീപീയ പീഠഭൂമിയാണ് നമ്മൾ പഠിച്ചത്. പിന്നെ തീരസമതലങ്ങൾ എവിടെയാണെന്നും പഠിച്ചു. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഓക്കെ ആണല്ലോ. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി നമുക്കറിയാം ഏതാണ്? ഓപ്ഷൻ വായിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലേ, നമുക്കറിയാം ഏതാണ്? ആനമുടി, മീശപ്പുലിമല, മ്ലാരാക്കുന്ന്, പൈതൽമല. ഏതാണ്? ആനമുടിയാണ് ഏറ്റവും നീളമുള്ള, ഏറ്റവും ഉയരമുള്ള കൊടുമുടി എന്ന് പറയുന്നത്. സോറി, ഇതിൽ ഓപ്ഷൻ കൊടുത്തത് തെറ്റാണ് കേട്ടോ. ആനമുടിയാണ് ഏറ്റവും ഉയരമുള്ള കൊടുമുടി. രണ്ടാമത്തേത് ഏതാണ്? മീശപ്പുലിമലയാണ് രണ്ടാമത്തെ ഉയരമുള്ള കൊടുമുടി എന്ന് പറയുന്നത്. ആദ്യത്തേത് ആനമുടി, രണ്ടാമത്തേത് മീശപ്പുലിമല ആണ്. ഓക്കെ. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ. ഭൂമിയിലെ ഏറ്റവും ചൂടേറിയ താപീയ മേഖല ഏതൊക്കെ മേഖലകളാണുള്ളത്? ശൈത്യമേഖല, സമശീതോഷ്ണ മേഖല, ഉഷ്ണമേഖല, ഉപോഷ്ണ മേഖല എന്നിങ്ങനെ 4 മേഖലകളാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ ഭൂമിയിലെ ഏറ്റവും ചൂടേറിയ താപീയ മേഖല എന്ന് പറയുന്നത് ഏതാണ്? ഉഷ്ണമേഖല. ഉഷ്ണമേഖലയിൽ എന്തായിരിക്കും? നല്ല ചൂട് കൂടുതലായിരിക്കും. ശൈത്യമേഖലയിൽ എന്തായിരിക്കും? നല്ല തണുപ്പും ആയിരിക്കും. ഓക്കെ. അതായത് ഉഷ്ണമേഖല എന്ന് പറയുന്നത് ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും മധ്യയുള്ള പ്രദേശമായിരിക്കും. അവിടെ എന്തായിരിക്കും? ചൂട് കൂടുതലായിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 16ാമത്തെ ക്വസ്റ്റ്യൻ. സുവർണ വിപ്ലവവുമായി ബന്ധപ്പെട്ടത് ഏതാണ്? പെട്രോളിയം ഉൽപാദനം, ഹോർട്ടിക്കൾച്ചർ, ജൂട്ട് ഉൽപാദനം, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അതുപോലെ തന്നെ മത്സ്യ ഉൽപാദനം. അപ്പം സുവർണ വിപ്ലവവുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ഹോർട്ടിക്കൾച്ചർ. ആൻസർ വരുന്നത് ഹോർട്ടിക്കൾച്ചർ. സുവർണ വിപ്ലവം എന്ന് പറയുന്നത് ഹോർട്ടിക്കൾച്ചറും തേനും ഒക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സുവർണ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 1991 മുതൽ 2003 വരെയുള്ള സമയമാണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഗോൾഡൻ ഫൈബർ വിപ്ലവം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ചണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ അതുപോലെ തന്നെ പെട്രോളിയം ഉൽപാദനവുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ബ്ലാക്ക് റവല്യൂഷൻ ആണ്. അതുപോലെ തന്നെ നീല വിപ്ലവം മത്സ്യ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് നീല വിപ്ലവം എന്ന് പറയുന്നത്. ഓക്കെ. സുവർണ വിപ്ലവം ഹോർട്ടിക്കൾച്ചർ ആണ്, തേന്. അതുപോലെ തന്നെ ഗോൾഡൻ ഫൈബർ റവല്യൂഷൻ എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ചണമായിട്ടാണ്. ബ്ലൂ റവല്യൂഷൻ ഏതാണ്? മത്സ്യ ഉൽപാദനമായിട്ട്. അതുപോലെ തന്നെ പെട്രോളിയം ഉൽപാദനവുമായി ബന്ധപ്പെട്ടത് ബ്ലാക്ക് റവല്യൂഷൻ ആണ്. ഓക്കെ ആണല്ലോ. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ. വിജയനഗര രാജ്യത്തിന്റെ പ്രധാന ഭരണാധികാരി ആരായിരുന്നു? ഓപ്ഷൻ എ ശിവജി, ഓപ്ഷൻ ബി കൃഷ്ണദേവരായ, ഓപ്ഷൻ സി അശോകൻ, ഓപ്ഷൻ ഡി രാജേന്ദ്ര ചോളൻ. അപ്പൊ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, കൃഷ്ണദേവരായർ. ഇദ്ദേഹമാണ് വിജയനഗര രാജ്യത്തിലെ പ്രധാന ഭരണാധികാരി എന്ന് പറയുന്നത്. വിജയനഗര രാജ്യം നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് ആരാണ്? കൃഷ്ണദേവരായരെ ആണ്. ഇദ്ദേഹത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ വിജയനഗര സാമ്രാജ്യത്തിലെ രാജവംശങ്ങളെ നമുക്ക് പറയാം. വിജയനഗര സാമ്രാജ്യത്തിലെ രാജവംശങ്ങൾ 4 ഉണ്ട്. ഏതൊക്കെയാ? സംഗമ, സലുവ, തുളുവ,
അരവിഡു. സംഗമ, സലുവ, തുളുവ, അരവിഡു ആണ് വിജയനഗര സാമ്രാജ്യത്തിലെ രാജവംശങ്ങൾ എന്ന് പറയുന്നത്. ഇനി വിജയനഗരം സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? തുംഗഭദ്ര നദീതീരത്ത് ആണ്. ഇതിന്റെ തലസ്ഥാനം എവിടെയാണ്? ഹംപിയിലാണ്. ഓക്കെ. അതുപോലെ തന്നെ മറാത്തി സാമ്രാജ്യത്തിന്റെ ഇതിൽ ഓപ്ഷനിൽ നമുക്ക് ശിവജിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എന്താണ് ഓർമ്മ വരുന്നത്? മറാത്തി സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായിരുന്നു ഛത്രപതി ശിവജി ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ അശോകൻ, നമ്മുടെ ഓപ്ഷനിൽ അശോകനെ കുറിച്ച് പറയുന്നുണ്ട്. ഇദ്ദേഹം ആരാണ്? മൗര്യ സാമ്രാജ്യത്തിലെ ഭരണാധികാരിയായിരുന്നു. ചന്ദ്രഗുപ്ത മൗര്യന്റെ പുത്രനാണ്. അതുപോലെ തന്നെ രാജേന്ദ്ര ചോളൻ ചോള സാമ്രാജ്യത്തിന്റെ ഭരണാധികാരി ആണ്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 18ാമത്തെ ക്വസ്റ്റ്യൻ. ലോക പരിസ്ഥിതി വികസന കമ്മീഷന്റെ റിപ്പോർട്ടായ നമ്മുടെ പൊതുഭാവി എന്ന റിപ്പോർട്ടിന്റെ മറ്റൊരു പേര്. അപ്പം കുറച്ച് റിപ്പോർട്ടുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ കോപ്ലാൻഡ് റിപ്പോർട്ട്, ബ്രെറ്റ്ലാൻഡ് റിപ്പോർട്ട്, കോപ്പൻഹേഗൻ റിപ്പോർട്ട്, ഗ്രീൻ ആനുവൽ റിപ്പോർട്ട്. അപ്പൊ ആൻസർ വരുന്നത് ഏതാണ്? ബ്രെറ്റ്ലാൻഡ് റിപ്പോർട്ടാണ്. ബ്രെറ്റ്ലാൻഡ് റിപ്പോർട്ട് എന്താണ്? സുസ്ഥിര വികസനം എന്ന ആശയം അവതരിപ്പിക്കുക, അത് എങ്ങനെ നേടാമെന്ന് വിവരിച്ചതാണ് ബ്രെറ്റ്ലാൻഡ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. 1987 രണ്ടാമത്തതാണ് ഗ്രീൻ ആനുവൽ റിപ്പോർട്ട്. ഒരു കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ചുള്ള റിപ്പോർട്ടാണ് ഗ്രീൻ ആനുവൽ റിപ്പോർട്ട്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ആൻസർ വരുന്നത് ബ്രെറ്റ്ലാൻഡ് റിപ്പോർട്ടാണ്. അതുപോലെ തന്നെ ഗ്രീൻ ആനുവൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ചുള്ള റിപ്പോർട്ടാണ് ഗ്രീൻ ആനുവൽ റിപ്പോർട്ട്. ഓക്കെ ആണല്ലോ. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ. ഇബ്നു ബത്തൂത്തയുടെ സ്വദേശമായ രാജ്യം ഏതായിരുന്നു? ഇബ്നു ബത്തൂത്തയുടെ സ്വദേശമായ രാജ്യം ഏതായിരുന്നു? സിറിയ, ഈജിപ്ത്, ഇറാൻ, മൊറോക്കോ. ഏതാണ് ഇബ്നു ബത്തൂത്തയുടെ രാജ്യം എന്ന് പറയുന്നത്? മൊറോക്കോ ആണ്. ഓപ്ഷൻ ഏതാണ്? ആൻസർ ഏതാണ് വരുന്നത്? മൊറോക്കോ ആണ്. ഇദ്ദേഹം എന്താണ്? ഒരു ലോക സഞ്ചാരിയാണ്. 21ാം വയസ്സിലാണ് ഇദ്ദേഹം സഞ്ചാരം തുടങ്ങിയത്. ഇദ്ദേഹം ആദ്യമായി സഞ്ചാരം നടത്തിയത് എവിടേക്കാണ്? സിറിയ, ഈജിപ്ത്, വടക്കേ ആഫ്രിക്ക, ഇറാഖ് തുടങ്ങിയവിടേക്കൊക്കെ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇദ്ദേഹം ആദ്യമായിട്ട് എന്ത് നടത്തിയിട്ടുണ്ട്? സഞ്ചാരം നടത്തിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? പാലുൽപാദനം ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ എ തമിഴ്നാട്, ബി ഹരിയാന, സി ഗുജറാത്ത്, ഡി കേരളം. എവിടെയാണ്? ഗുജറാത്താണ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. പിന്നെ അത് മാത്രമല്ല മറ്റു സംസ്ഥാനം കൂടിയുണ്ട്. ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, പഞ്ചാബ് ഇവയൊക്കെ പാലുൽപാദനം ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കും. ഇനി അടുത്ത് തമിഴ്നാട്ടിൽ എന്താണ് കൂടുതലായിട്ടുള്ളത്? പാഡിയാണ്. ഹരിയാനയിൽ വീറ്റ്, റൈസ് ആണ്. കേരളത്തിലെ കാർഷിക വിളകളിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഏതാണ്? റബ്ബർ, കാപ്പി, തേയിലൊക്കെയാണ്. ഓക്കെ ആണല്ലോ. ഇനി 21ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഭൂമിയിലെ 2 സ്ഥലങ്ങൾ തമ്മിലുള്ള രേഖാംശ വ്യത്യാസം 30 ഡിഗ്രി ആണെങ്കിൽ ഈ 2 സ്ഥലങ്ങളും തമ്മിലുള്ള പ്രാദേശിക സമയ വ്യത്യാസം എത്രയായിരിക്കും? നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഭൂമിയിലെ 2 സ്ഥലങ്ങൾ തമ്മിലുള്ള രേഖാംശ വ്യത്യാസം എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണെങ്കിൽ ഇവിടുത്തെ പ്രാദേശിക വ്യത്യാസം എത്ര? പ്രാദേശിക സമയ വ്യത്യാസം 2 സ്ഥലങ്ങൾ തമ്മിലുള്ള പ്രാദേശിക സമയ വ്യത്യാസം എത്രയായിരിക്കും എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. ആൻസർ ഏതാ വരുന്നത്? 2 മണിക്കൂറായിരിക്കും കേട്ടോ. 2 മണിക്കൂറാണ്. ഇതെങ്ങനെ വന്ന് നോക്കാം. നോർത്ത് പോളും നമുക്കറിയാം. ഭൂമിയിലെ നോർത്ത് പോളും സൗത്ത് പോളും കൂട്ടി വരയ്ക്കുന്നതാണ് എന്താണ്? ലോങ്റ്റിറ്റ്യൂഡ്, രേഖാംശം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 30 ഡിഗ്രി രേഖാംശം ആവുന്ന സമയത്ത് എത്ര മണിക്കൂറായിരിക്കും? പ്രാദേശിക സമയ വ്യത്യാസം എത്രയായിരിക്കും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ ആൻസർ ആയിട്ട് നമ്മൾ പറഞ്ഞത് ഏതാണ്? 2 മണിക്കൂറാണ്. എക്സാമ്പിൾ ആയിട്ട് 15 ഡിഗ്രി ലോങ്റ്റിറ്റ്യൂഡിന്റെ ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 1 മണിക്കൂറാണ്. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ എടുത്ത് നോക്കാം. 60 ഡിഗ്രി ഈസ്റ്റ് ആവുമ്പോൾ 15ന്റെ ലോങ്റ്റിറ്റ്യൂഡിന്റെ ടൈം എന്ന് പറയുന്നത് 1 അവർ ആയിരിക്കുമ്പോൾ 60 ഡിഗ്രി ആവുമ്പോൾ എന്തായിരിക്കും? 15 × 4 എത്രയാണ്? 60. അപ്പം എത്ര മണിക്കൂറായിരിക്കും ഉണ്ടാവുന്നത്? 4 മണിക്കൂർ. 60 ഡിഗ്രി ഈസ്റ്റ് ആവുന്ന സമയത്ത് രേഖാംശം 60 ഡിഗ്രി ആവുമ്പോൾ പ്രാദേശിക സമയ വ്യത്യാസം എന്ന് പറയുന്നത് 4 മണിക്കൂറായിരിക്കും കേട്ടോ. GMT+4 ഈസ്റ്റ് ആവുമ്പോൾ കൂടുതലായിരിക്കും. GMT+4 എന്നാണ് പറയാ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഏതാണ് പറഞ്ഞത്? 30 ഡിഗ്രി ലോങ്റ്റിറ്റ്യൂഡ് ആവുമ്പോൾ
നമ്മുടെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള പ്രാദേശിക സമയ വ്യത്യാസം എത്രയായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പം 15 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 അവർ ആയിരിക്കും. അപ്പൊ 30 ഡിഗ്രി 15 ഗുണം 2 എത്രയാണ്? 30 കിട്ടി ആണല്ലോ. അപ്പൊ എത്ര മണിക്കൂറാണ്? 2 ഹവറാണ്. അങ്ങനെയാണ് നമുക്ക് ആ 2 ഹവർ കിട്ടിയത്, 2 മണിക്കൂർ എന്ന് കിട്ടിയത്. ഓക്കെ ആണല്ലോ. അപ്പൊ 60 ഡിഗ്രി ലാങ്ങിറ്റ്യൂഡ് ആവുമ്പോൾ 4 മണിക്കൂറും 30 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡ് ആവുമ്പോൾ എത്രയാണ്? 2 മണിക്കൂറും ആയിരിക്കും. 15 ഡിഗ്രി ലോങ്ങിറ്റ്യൂഡ് ആകുമ്പോൾ 1 അവർ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, ഇനി 22ാമത്തെ ക്വസ്റ്റ്യൻ. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയ വർഷം. നമുക്കറിയാലേ, നമുക്ക് സംശയമൊന്നുമില്ല. എപ്പോഴാണ് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത്? 1453 ഓക്കെ, ഇനി 23ാമത്തെ ക്വസ്റ്റ്യൻ. പശ്ചിമഘട്ടത്തിന്റെ വാതാഭിമുഖ വശത്ത് ലഭിക്കുന്ന സർവ്വസാധാരണയായിട്ടുള്ള മഴ. പശ്ചിമഘട്ടത്തിന്റെ വാതാഭിമുഖത്ത് നടക്കുന്ന സർവ്വസാധാരണയായിട്ട് അവിടെ ലഭിക്കുന്ന മഴ ഏതാണ്? ഏതാണ്? ശൈലവൃഷ്ടിയാണ് കേട്ടോ. അപ്പൊ എന്താണ് ശൈലവൃഷ്ടി? നമുക്ക് നോക്കാം. ശൈലവൃഷ്ടി എന്താണ്? കടലിൽ നിന്ന് നീരാവി പൂരിത വായു പർവ്വതങ്ങളിൽ തട്ടി മുകളിലേക്ക് ഉയരുന്നു, എന്നിട്ട് തണുത്ത് ഘനീഭവിച്ച് എവിടെ എന്തായി പെയ്യുന്നു? മഴയായിട്ട് പെയ്യുന്നു. അപ്പൊ പർവ്വതത്തിന്റെ ഒരു വശത്ത് മാത്രമായിട്ടായിരിക്കും മഴ പെയ്യുന്നത്. ഈ വശത്ത് എന്തുണ്ടായിരിക്കില്ല? മഴ ഉണ്ടായിരിക്കില്ല. ഈ വശം എന്തായിരിക്കും? മഴ നിഴൽ പ്രദേശമായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. കടലിൽ നിന്ന് നീരാവി പൂരിത വായു പർവ്വതത്തിൽ തട്ടി ഉയരുന്നു. ഇങ്ങനെ ഉയരുന്ന വായു ഘനീഭവിച്ച് കാറ്റിന് അഭിമുഖമായിട്ട് മഴ പെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ശൈലവൃഷ്ടി എന്ന് വിളിക്കുന്നത്. ഒരു വശത്ത് മാത്രമായിരിക്കും മഴ ഉണ്ടാവുന്നത്, മറ്റു വശത്ത് എന്തായിരിക്കും? മഴനിഴൽ പ്രദേശമായിരിക്കും. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. സംവഹന വൃഷ്ടി. എന്താണ് സംവഹന വൃഷ്ടി? നമുക്കറിയാലേ, സാധാരണയായിട്ട് ലഭിക്കുന്നതാണ്. ചൂട് പിടിച്ച ഭൗമോപരിതല വായു മുകളിലേക്ക് ഉയർന്ന് ഘനീഭവിച്ച് മഴയായിട്ട് പെയ്യുന്നതിനെയാണ് സംവഹന വൃഷ്ടി എന്ന് പറയുന്നത്. ഇടിമിന്നലോട് കൂടിയിട്ടുള്ള ഉച്ചയ്ക്കുള്ള മഴ എന്ന് നമുക്ക് ഇതിനെ പറയാം. അതുപോലെ തന്നെ രണ്ടാമത്തത് അതിർത്തി മഴ. ഇത് ബോർഡർ റെയിൻ ആണ്. കടൽ തീരപ്രദേശത്താണ് സാധാരണയായിട്ട് ഉണ്ടാവുന്നത്. അത് കടലിലെ നീരാവി പൂരിത വായു കരയിലെ വായുമായിട്ട് കൂട്ടിമുട്ടുന്ന സമയത്ത് മുകളിലേക്ക് പോയിട്ട് ഘനീഭവിച്ചിട്ട് മഴയായിട്ട് പെയ്യുന്നതാണ് എന്ത്? അതിർത്തി മഴ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് വാതമുഖ വൃഷ്ടിയാണ്. എന്താണ് വാതമുഖ വൃഷ്ടി എന്ന് പറയുന്നത്? ചൂടുള്ള വായു ഉണ്ടാവും, തണുത്ത വായു ഉണ്ടായിരിക്കും. അപ്പം ചൂടുള്ള വായു ഇവിടെ ഹോട്ട് എയർ, ഇവിടെ കോൾഡ് എയർ. ഓക്കെ, അപ്പൊ ഹോട്ട് എയർ ഇങ്ങനെ പോയി കോൾഡ് എയറിൽ തട്ടി മുകളിലേക്ക് പോയിട്ട് ഘനീഭവിച്ചിട്ട് മഴയായിട്ട് പെയ്യുന്നു. കോൾഡ് എയറിന് എന്തായിരിക്കും? ഡെൻസിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ എന്തായിരിക്കും? താഴത്തേക്കായിരിക്കും പോകുന്നത്, എപ്പോഴും താഴത്തെയായിരിക്കും നിലകൊള്ളുന്നത്. അപ്പൊ ഹോട്ട് എയർ കോൾഡ് എയറിൽ തട്ടി മുകളിലേക്ക് പോയിട്ട് മഴയായിട്ട് പെയ്യുന്നതാണ് എന്ത്? വാതമുഖ വൃഷ്ടി അല്ലെങ്കിൽ ഫ്രോണ്ടൽ ഡ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത 24ാമത്തെ ക്വസ്റ്റ്യൻ. ഈജിപ്ഷ്യൻ സംസ്കാരം ആവിർഭവിച്ച നദീതടം ഏതാണ്? നമുക്ക് ഡൗട്ട് ഒന്നുമില്ല, നമ്മൾ ചെറിയ ക്ലാസ്സിൽ മുതലേ പഠിച്ചു വന്നതാണ്. എന്താണ് ഈജിപ്ഷ്യൻ സംസ്കാരം, മെസപ്പൊട്ടോമിയൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം, ഹാരപ്പൻ സംസ്കാരം ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഈജിപ്ഷ്യൻ സംസ്കാരം എവിടെയാണ് ആവിർഭവിച്ചത്? നൈൽ നദീതടത്താണ് അല്ലെ. നൈൽ നദീതടത്താണ് ഈജിപ്ഷ്യൻ സംസ്കാരം ആവിർഭവിച്ചത്. അപ്പൊ നമ്മൾ ഇതിനെ എന്താണ്, ഈജിപ്ഷ്യൻ സംസ്കാരത്തെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ നൈലിന്റെ ദാനം എന്നത് നമുക്ക് പറയാം. നൈൽ നദീതീരത്ത് ആണ് ഈജിപ്ഷ്യൻ സംസ്കാരം ആവിർഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് പറയാം? നമുക്ക് നൈലിന്റെ ദാനം എന്ന് പറയാം. ഇവിടുത്തെ ലിപി എന്തായിരുന്നു? ഹൈറോഗ്ലിഫിക്സ് ആയിരുന്നു. രാജാക്കന്മാരെ എന്താണ് വിളിക്കുന്നത്? ഫറോവ രാജാക്കന്മാരായിരുന്നു. ഇവിടുത്തെ പ്രധാനമായിട്ട് സ്ഫിങ്സിനെ കുറിച്ച് നമ്മൾ ഈജിപ്ഷ്യൻ സംസ്കാരം പറയുമ്പോൾ സ്ഫിങ്സിനെ നമുക്ക് പറയാവുന്നതാണ്. എന്താണ് സ്ഫിങ്സ് എന്ന് പറയുന്നത്? സിംഹത്തിന്റെ ഉടലും മനുഷ്യന്റെ തലയുമുള്ളതാണ് സ്ഫിങ്സ് എന്ന രൂപം. ഇനി അടുത്തത് അഷ്ടാംഗ ഹൃദയവുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ഗണിതശാസ്ത്രം, ആയുർവേദം, ജ്യോതിശാസ്ത്രം, കഥകളി. എന്താണ് അഷ്ടാംഗ ഹൃദയവുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആയുർവേദം. അപ്പോൾ 26ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ചുവടെ നൽകിയിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ, സ്ട്രാറ്റോസ്ഫിയറിന് ഉയരത്തിനനുസരിച്ച് താപനില വർദ്ധിക്കുന്നതിനെ ക്രമമായ നഷ്ടനിരക്ക് എന്ന് വിളിക്കുന്നു. ഓപ്ഷൻ ബി, ട്രോപ്പോസ്ഫിയറിന് ഉയരത്തിനനുസരിച്ച് താപനില കുറയുന്നതിനെ ക്രമമായ താപനഷ്ടനിരക്ക് എന്ന് വിളിക്കുന്നു. ഓപ്ഷൻ സി,
ട്രോപ്പോസ്ഫിയറിൽ ഉയരത്തിനനുസരിച്ച് താപനില കുറയുന്നതിനെ ക്രമമായ താപ വിപര്യം എന്ന് വിളിക്കുന്നു. ഓപ്ഷൻ ഡി, സ്ട്രാറ്റോസ്ഫിയറിൽ ഉയരത്തിനനുസരിച്ച് താപനില വർദ്ധിക്കുന്നതിനെ ക്രമമല്ലാത്ത താപവിപര്യം എന്ന് വിളിക്കുന്നു. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ട്രോപ്പോസ്ഫിയറിൽ ഉയരത്തിനനുസരിച്ച് താപനില കുറയുന്നതിനെ ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് വിളിക്കുന്നു. അപ്പൊ നമുക്ക് നോക്കാം, നമുക്ക് ഏതൊക്കെ മേഖലകളുണ്ട്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ. അതിൽ 90 കിലോമീറ്റർ ഉയരം വരെയുള്ളതാണ് എന്ത്? ഹോമോസ്ഫിയർ എന്ന് പറയുന്നത്. 90 കിലോമീറ്റർ മുകളിലേക്കുള്ളതാണ് ഹെട്രോസ്ഫിയർ എന്ന് പറയുന്നത്. ട്രോപ്പോസ്ഫിയറിൽ എന്താണ്? അന്തരീക്ഷ മണ്ഡലമായ ട്രോപ്പോസ്ഫിയറിൽ മഴ മഞ്ഞൊക്കെ അനുഭവപ്പെടുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. ഇവിടെ എന്താണ്? ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന രീതിയിൽ താപം കുറയുന്നു. ഇവിടെ ക്രമമായ താപനഷ്ട നിരക്ക് എന്നാണ് പറയുന്നത്. അപ്പൊ ട്രോപ്പോസ്ഫിയറിലാണ് ക്രമമായ താപനഷ്ട നിരക്ക് ഉണ്ടാവുന്നത്. പിന്നെ രണ്ടാമത്തെ മണ്ഡലം ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. സ്ട്രാറ്റോസ്ഫിയറിൽ എന്താണ്? ഓസോൺ പാളി അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്ത് ഭൂമിയിലേക്ക് എത്താതെ സംരക്ഷിക്കുന്നു. ഇത് സമതാപ മേഖലയാണ്. ഇവിടെ എന്തുണ്ടാവുന്നു? താപനിലയിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവുന്നില്ല. ഉയരത്തിനനുസരിച്ച് താപനിലയിൽ വ്യത്യാസമൊന്നും ഉണ്ടായിരിക്കില്ല. അതാണ് സ്ട്രാറ്റോസ്ഫിയറിൽ ഉണ്ടാവുന്നത്. ട്രോപ്പോസ്ഫിയറിൽ ക്രമമായ താപനഷ്ട നിരക്കാണെങ്കിൽ സ്ട്രാറ്റോസ്ഫിയറിൽ താപനിലയിൽ മാറ്റമില്ല. അതുകൊണ്ട് തന്നെ ഇവ സമതാപ മേഖല ആയിരിക്കും. അതുപോലെ തന്നെ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ. ഇനി മൂന്നാമത്തേതാണ് മിസോസ്ഫിയർ. ഇവിടെ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറയുന്നുണ്ട്. മിസോസ്ഫിയറിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറയുന്നുണ്ട്. ഓക്കെ, ഇനി തെർമോസ്ഫിയറിൽ എന്താണ്? ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില ഗണ്യമായിട്ട് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ 4 എണ്ണം നമ്മൾ പഠിച്ചു. അപ്പൊ ട്രോപ്പോസ്ഫിയറിൽ എന്താണ്? ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന രീതിയിൽ താപം കുറയുന്നു. ക്രമമായ താപനഷ്ട നിരക്കാണ് ട്രോപ്പോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയർ ആണെങ്കിലോ അവിടെ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനിലയിൽ ഒരു മാറ്റവും ഉണ്ടാവുന്നില്ല. ഇനി മിസോസ്ഫിയറിലാണെങ്കിലോ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറയുന്നു. തെർമോസ്ഫിയർ ആണെങ്കിലോ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില എന്താണ്? ഗണ്യമായിട്ട് കൂടുകയാണ് ചെയ്യുന്നത്. ഗണ്യമായിട്ട് കൂടുന്നത് എവിടെയാണ്? തെർമോസ്ഫിയറിലാണ്. അപ്പൊ 4 എണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയാണ്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ. ഓക്കെ, ഇനി സൈനിക സഹായ വ്യവസ്ഥ 27ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആര്? ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഡൽഹൌസി പ്രഭു, ഓപ്ഷൻ ബി വേവൽ പ്രഭു, ഓപ്ഷൻ സി കോൺവാലിസ് പ്രഭു, ഓപ്ഷൻ ഡി വെല്ലസ്ലി പ്രഭു. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ്? ഡൗട്ട് ഒന്നുമില്ല, വെല്ലസ്ലി പ്രഭു ആയിരിക്കും. ഇനി ഇതിൽ ഓപ്ഷനിൽ നമുക്ക് ഡൽഹൌസി പ്രഭുവിനെ പറഞ്ഞിട്ടുണ്ട്. ഡൽഹൌസി പ്രഭു എന്താണ്? ദത്തവകാശ നിരോധന നിയമമാണ്. അപ്പൊ എന്താണ് ദത്തവകാശ നിരോധന നിയമം? അതായത് നമ്മുടെ ഇന്ത്യൻ ഭരണാധികാരി മരണപ്പെട്ടു കഴിഞ്ഞാൽ, ഒരു പുരുഷ അനന്തരാവകാശി ഇല്ലാതെ മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും? നാട്ടുരാജ്യം കമ്പനി ഏറ്റെടുക്കും. അതാണ് ദത്തവകാശ നിരോധന നിയമം എന്ന് പറയുന്നത്. രണ്ടാമത്തത് വേവൽ പ്രഭുവിന്റെ എന്താണ്? വേവൽ പ്ലാൻ ആണ്. എന്താ വേവൽ പ്ലാൻ? ഹിന്ദു മുസ്ലിം പ്രാതിനിധ്യമുള്ള ഗവൺമെന്റ് രൂപപ്പെടുത്തുക. ഇതാണ് വേവൽ പ്ലാൻ. ഇനി അതുപോലെ തന്നെ കോൺവാലിസ് പ്രഭുവിന്റെ എന്താണ്? ഇദ്ദേഹം സിവിൽ സർവീസിന് തുടക്കം കുറിച്ചു. കോൺവാലിസ് പ്രഭുവാണ് സിവിൽ സർവീസിന് തുടക്കം കുറിച്ചത്. ഓക്കെ, ഇനി അടുത്തത് സൈനിക സഹായ വ്യവസ്ഥ. നമ്മൾ പറഞ്ഞു നമ്മുടെ ഓപ്ഷൻ ആയിട്ട് വരുന്നത് സൈനിക സഹായ വ്യവസ്ഥയാണ്. ഇത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും നാട്ടുരാജ്യങ്ങളും തമ്മിലുള്ളതാണ് സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണാധികാരി ഒരു ബ്രിട്ടീഷുകാരുമായിട്ട് സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ നാട്ടുരാജ്യം ആര് സംരക്ഷിക്കും? കമ്പനി സംരക്ഷിക്കും. ഇതാണ് സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 28ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ട്രോപ്പോ ഷീറ്റിലെ വെളുത്ത നിറം പ്രതിനിധീകരിക്കുന്നത് എന്തിനെയാണ്? ഓപ്ഷൻ എ ജലാശയം, ബി തരിശുഭൂമി, സി വനം, ഡി കൃഷിഭൂമി. ഏതാണ് വെളുത്ത നിറം പ്രതിനിധീകരിക്കുന്നത്? ഏതിനെയാണ്? ഓപ്ഷൻ ബി തരിശുഭൂമിയാണ് നമ്മുടെ വെളുത്ത നിറം പ്രതിനിധീകരിക്കുന്നത്. ജലാശയം ഏത് കളറിലാണ്? ജലാശയം നീല, വനം പച്ച, കൃഷി ഏത് കളറിലാണ്? മഞ്ഞ കളറിലാണ് കാണിക്കുന്നത് ട്രോപ്പോ ഷീറ്റിൽ. ഓക്കെ, ഇനി 29ാമത്തെ ക്വസ്റ്റ്യൻ.
താഴെ നൽകിയിരിക്കുന്നവയിൽ ഇന്ത്യയിലെ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഏത്? പ്രാഥമിക മേഖല, ഇന്ത്യയിൽ 3 മേഖലകൾ നമുക്ക് പറയാൻ പറ്റും. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ആയിട്ട് വരുന്നത് മൃഗപരിപാലനം, ഗതാഗതം, ബാങ്കിങ്, നിർമ്മാണ പ്രവർത്തനം. അപ്പൊ പ്രാഥമിക മേഖലയിൽ പെട്ടിരിക്കുന്നതിൽ ഇതിൽ ഏതാണ്? ഓപ്ഷൻ എ തന്നെയാണ്, മൃഗപരിപാലനമാണ് പ്രാഥമിക മേഖലയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം എന്താണ് പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എന്ന് നോക്കാം. പ്രാഥമിക മേഖല എന്ന് പറയുന്നത് കാർഷിക മേഖലയാണ്. പ്രാഥമിക മേഖല കൃഷി, മൃഗപരിപാലനം, മത്സ്യബന്ധനം ഇവയൊക്കെയാണ് എന്തിൽ ഉൾപ്പെടുന്നത്? പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നത്. ദ്വിതീയ മേഖലയിൽ എന്താണ്? ഇത് വ്യാവസായിക മേഖലയാണ്. ഇവിടെ എന്താണ് ഉണ്ടാവുന്നത്? ഇവിടെ നമ്മുടെ വൈദ്യുതി, നിർമ്മാണ പ്രവർത്തനം ഇവയൊക്കെ ഏത് മേഖലയിൽ പെടുന്നു? ദ്വിതീയ മേഖലയിൽ പെടുന്നു. തൃതീയ മേഖലയിൽ എന്താണ്? തൃതീയ മേഖല എന്ന് പറയുന്നത് സേവന മേഖലയാണ്. ഇവിടെ എന്താണ്? ബാങ്കിങ്, ഇൻഷുറൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എവിടെയാണ് വരുന്നത്? തൃതീയ മേഖലയിലാണ് വരുന്നത്. അപ്പൊ പ്രാഥമികം, ദ്വിതീയം, തൃതീയം. പ്രാഥമികം എന്ന് പറയുന്നത് കാർഷികം, ദ്വിതീയ മേഖല എന്ന് പറയുന്നത് വ്യാവസായിക മേഖല, അതുപോലെ തൃതീയ മേഖലയെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? സേവന മേഖല എന്നും വിളിക്കും. ഓക്കെ ആണല്ലോ? അപ്പൊ 3 മേഖലകളും നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി. ഇനി 30ാമത്തെ ക്വസ്റ്റ്യൻ. ഖജുരാഹോ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? മഹാരാഷ്ട്ര, രാജസ്ഥാൻ, മധ്യപ്രദേശ്,
തിരഞ്ഞെടുപ്പ് കമ്മീഷനോട്? ഓപ്ഷൻ ഡി ലോക്സഭയോട്. അപ്പൊ ആൻസർ ഏതാണ്? ഒരു ഡൗട്ടും ഇല്ല, മന്ത്രിസഭയ്ക്ക് ലോക്സഭയോടാണ് കൂട്ടുത്തരവാദിത്തം ഉള്ളത്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് നോക്കാം, ഈ ഓപ്ഷൻസ് എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. നമ്മുടെ ഗവൺമെന്റിന് 3 ഘടകങ്ങളുണ്ട്: നിയമനിർമ്മാണം, അതുപോലെ തന്നെ കാര്യനിർവഹണം, പിന്നെ അതുപോലെ തന്നെ നീതിന്യായ വിഭാഗം. അപ്പൊ നിയമനിർമ്മാണത്തിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത്? ലോക്സഭ, രാജ്യസഭ ഉൾപ്പെടുന്നത് എവിടെയാണ്? നിയമനിർമ്മാണത്തിൽ ആണ്. കാര്യനിർവഹണത്തിലോ? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രിക്ക് കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. നീതിന്യായത്തിൽ സുപ്രീം കോടതി, ഹൈക്കോടതി, കീഴ്ക്കോടതിയൊക്കെ നീതിന്യായ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. അപ്പൊ സുപ്രീം കോടതിയുടെ എന്തൊക്കെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം. ഇതെന്ന് പറയുന്നത് ഒരു പരമോന്നത കോടതിയാണ്. സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസും ജഡ്ജിമാരുമാണ് അടങ്ങുന്നത്. ഈ ജഡ്ജിമാരെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി ആയിരിക്കും. ഇനി പറയുന്നത് രാഷ്ട്രപതി, ഓപ്ഷനിൽ വരുന്നതാണ് രാഷ്ട്രപതി. രാഷ്ട്രപതി ആരാണ്? റിപ്പബ്ലിക്കിന്റെ തലവനാണ്. 35 വയസ്സ് പൂർത്തീകരിക്കണം. അതുപോലെ തന്നെ 5 വർഷമായിരിക്കും കാലാവധി എന്ന് പറയുന്നത്. ഇലക്ട്രൽ കോളേജ് ആണ് ആരെ തിരഞ്ഞെടുക്കുന്നത്? രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, നമ്മുടെ ഓപ്ഷനിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അതൊരു ഭരണഘടനാ അംഗീകൃത സ്ഥാപനമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പാർലമെന്റ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, നിയമസഭ, ഇവയിലേക്കൊക്കെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിനുള്ള അധികാരം നൽകുന്നത് ആരാണ്? തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഓക്കെ, പിന്നെ നമുക്ക് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്ന ലോക്സഭയിലേക്ക് മത്സരിക്കാനുള്ള വയസ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 25 5 വർഷമാണ് കാലാവധി എന്ന് പറയുന്നത്. മന്ത്രിസഭയ്ക്ക് ലോക്സഭയോട് മാത്രമേ കൂട്ടുത്തരവാദിത്തം ഉള്ളൂ. അപ്പൊ ഇത്രയും കാര്യം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 40ാമത്തെ ക്വസ്റ്റ്യൻ. വർഷാന്ത പരീക്ഷകൾ എന്തിന്റെ ഭാഗമാണ്? ആത്യന്തിക വിലയിരുത്തൽ, സംരചനാ വിലയിരുത്തൽ, തുടർച്ചയായ വിലയിരുത്തൽ, പരിഹാര വിലയിരുത്തൽ. അപ്പൊ ഏതാണ്? ആത്യന്തിക വിലയിരുത്തൽ. അതാണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ, ഫോർമേറ്റീവ് ഇവാലുവേഷൻ, കണ്ടിന്യൂസ് ഇവാലുവേഷൻ, ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ. ഇതാണ് നമ്മുടെ ഇംഗ്ലീഷ് വേർഡ്. അപ്പോൾ സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്താണ്? ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ഇയർ അതിന്റെ എൻഡിൽ നടത്തുന്നതാണ് എന്ത്? സമ്മേറ്റീവ് ഇവാലുവേഷൻ. അത് ഒരു വർഷത്തിന്റെ അന്ത്യത്തിൽ നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ അവസാനം നടക്കുന്നത്. ഇതാണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്താണ്? ഫോർമേറ്റീവ് ഇവാലുവേഷനും കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്ന് പറയുന്നതും എന്താണ്? ഒരേപോലെയാണ്. അത് ഇടയ്ക്കിടെ നടക്കുന്നത്, തുടർച്ചയായിട്ട് നടക്കുന്നതാണ് എന്ത്? കണ്ടിന്യൂസ് ആൻഡ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ. നമ്മളൊരു യൂണിറ്റ് പഠിപ്പിച്ചു, അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, പെട്ടെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അത് ഫോർമേറ്റീവ് ഇവാലുവേഷനിൽ ഉൾപ്പെടാം. ഓക്കെ, ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ. ഏതെല്ലാം ഭാഗങ്ങൾ മനസ്സിലായില്ല എന്ന് നോക്കുന്നത് ഏതിലൂടെയാണ്? ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷനിലൂടെ ആണ്. ഓക്കെ ആണല്ലോ. ഇനി 41ാമത്തെ ക്വസ്റ്റ്യൻ. ഡേഷ് കാരണമായി ലോകസഭയുടെയും സംസ്ഥാന നിയമസഭയുടെയും കാലാവധി നീട്ടിക്കൊടുക്കുവാൻ കഴിയും? എന്ത് കാരണമായിട്ടാണ് ലോക്സഭയുടെയും സംസ്ഥാന നിയമസഭയുടെയും കാലാവധി നീട്ടിക്കൊടുക്കാൻ കഴിയുന്നത്? അടിയന്തരാവസ്ഥ, ക്ഷാമം, വരൾച്ച, പ്രളയം. ഏത് വഴിയാണ്? നമുക്ക് ആൻസർ വായിക്കും, ക്വസ്റ്റ്യൻ നമ്മുടെ ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്ത് വഴിയാണ്. അടിയന്തരാവസ്ഥ ഉണ്ടാവുമ്പോഴാണ് സംസ്ഥാന നിയമസഭകളുടെയും അതുപോലെ തന്നെ ലോകസഭയുടെയും കാലാവധി നീട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് 42ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ പ്രാദേശിക സ്വയംഭരണത്തെ കുറിച്ച് പഠിക്കുന്നതിനായി നിയമിച്ച കമ്മീഷൻ ഏതാണ്? ഓപ്ഷൻ എ സർക്കാരിയ കമ്മീഷൻ, ബി അശോക് മേത്ത കമ്മിറ്റി, സി ഷാ കമ്മീഷൻ, ഡി മണ്ഡൽ കമ്മീഷൻ. ആൻസർ വരുന്നത് അശോക് മേത്ത കമ്മിറ്റിയാണ്. ഇനി ഇതിൽ ആദ്യത്തെ ഓപ്ഷനായിട്ട് സർക്കാരിയ കമ്മീഷനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് സർക്കാരിയ കമ്മീഷൻ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സർക്കാരിയ കമ്മീഷൻ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ രൂപീകരിച്ചതാണ്. വിവിധ വകുപ്പുകളിൽ കേന്ദ്ര സംസ്ഥാന ബന്ധം, വിവിധ വകുപ്പുകളിൽ കേന്ദ്ര സംസ്ഥാന ബന്ധം, അതുപോലെ ഭരണഘടനാ ചട്ടക്കൂടുകൾക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശം നൽകുക, മാറ്റങ്ങൾ നൽകുക, ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ചാർട്ടർ എന്ന് പറയുന്നത്. സർക്കാരിയ കമ്മീഷന്റെ പ്രധാനപ്പെട്ട വിവിധ വകുപ്പുകളിൽ കേന്ദ്ര സംസ്ഥാന ബന്ധം, അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനാ ചട്ടക്കൂടുകളിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ നിർദ്ദേശിക്കുക എന്നതാണ് ഇതിന്റെ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഉന്നമനത്തിനായിട്ട് പഠനങ്ങൾ നടത്തി ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുക എന്നതാണ് എന്ത്? അശോക് മേത്ത കമ്മിറ്റിയുടെ
അതിനു വേണ്ടിയിട്ടാണ് അശോക് മേത്ത കമ്മിറ്റി രൂപീകരിച്ചത്. 1977 ഡിസംബറിൽ ജനതാ ഗവൺമെന്റ് ആണ് അശോക് മേത്ത കമ്മിറ്റി രൂപീകരിച്ചത്. ഓക്കെ, ഇനി ഷാ കമ്മീഷൻ എന്താണ്? ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ നടന്ന സമയത്തുണ്ടായിരുന്ന അതിക്രമങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഷാ കമ്മീഷൻ 1977 ഇന്ത്യ ഗവൺമെന്റ് രൂപീകരിച്ചതാണ്. പിന്നെ അതുപോലെ തന്നെ മണ്ഡൽ കമ്മീഷൻ എന്താണ്? സാമൂഹികപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട്, തിരിച്ചറിയാൻ വേണ്ടിയിട്ട് രൂപീകരിച്ചതാണ് മണ്ഡൽ കമ്മീഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് 43-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ ഡാഷ് ആണ്. രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ എത്രയാണ്? ഓപ്ഷൻ എ 238, ബി 250, സി 200, ഡി 225. അപ്പൊ ഓപ്ഷൻ ആൻസർ വരുന്നത് നമുക്ക് ഏതാണ്? ഓപ്ഷൻ ബി 250 ആണ്. രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ എന്ന് പറയുന്നത് 250 ആണ്. അപ്പൊ ലോക്സഭയുടെ പരമാവധി അംഗസംഖ്യ എന്ന് പറയുന്നത് 550 ആണ്. അതിൽ 530 പേർ പാർട്ടിസിപ്പേറ്റ് ദ സ്റ്റേറ്റ്. എവിടുന്നാണ്? മെമ്പർ റെപ്രസെന്റിംഗ് സ്റ്റേറ്റ് എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. 20 പേര് എവിടുന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? യൂണിയൻ ടെറിട്ടറിയിൽ നിന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, 44-ാമത്തെ ക്വസ്റ്റ്യൻ. ജ്ഞാനനിർമ്മിതിയുടെ സാമൂഹിക ശാസ്ത്ര ക്ലാസ്സിൽ നടക്കേണ്ടത് എന്താണ്? ഓപ്ഷൻ എ പ്രശംസ, ബി അംഗീകാരം, സി മാനസികമായ അസന്തുലിതാവസ്ഥ, ഡി സമ്മാനം. അപ്പൊ നമ്മുടെ ജ്ഞാനനിർമ്മിതിയുടെ ക്ലാസ്, സാമൂഹിക ശാസ്ത്ര ക്ലാസ്സിൽ നടക്കേണ്ടത് എന്തായിരിക്കും? പ്രശംസയാണോ, അംഗീകാരമാണോ, മാനസികമായ അസന്തുലിതാവസ്ഥയാണോ, സമ്മാനമാണോ? നമുക്ക് പ്രശംസയും വേണം, അതുപോലെ അംഗീകാരം കിട്ടണം, അതുപോലത്തെ മാനസികമായ സന്തുലിതാവസ്ഥ വേണം, സമ്മാനം. അപ്പൊ ഏറ്റവും കൂടുതൽ ഇതിൽ യോജിക്കുന്ന ആൻസർ ഏതാണ്? അംഗീകാരം. മാനസികമായ അസന്തുലിതാവസ്ഥയല്ല, ഓപ്ഷൻ ബി ആണ് വരുന്നത് കേട്ടോ. ഓപ്ഷൻ ബി ആണ് അംഗീകാരം. ഓക്കെ, 45. ഇന്ത്യൻ രാഷ്ട്രപതി ആകുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? ഓപ്ഷൻ എ 35, ഓപ്ഷൻ ബി 30, ഓപ്ഷൻ സി 40, ഓപ്ഷൻ ഡി 45. ഇന്ത്യൻ രാഷ്ട്രപതി ആകുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എന്ന് പറയുന്നത് 35 ആണ്. ഓക്കെ, ഇനി 46. ബെഞ്ചമിൻ ബ്ലൂം വിശദീകരിച്ച ബുദ്ധിമണ്ഡലത്തിലെ വികാസ ഘട്ടങ്ങളിൽ പെടാത്തത്. ബെഞ്ചമിൻ ബ്ലൂം എന്താണ്? ബ്ലൂംസ് ടാക്സോണമി അല്ലെ? അത് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് അറിവ്, ബി ധാരണ, സി പ്രയോഗം, ഡി സർഗാത്മക. നോളജ്, അണ്ടർസ്റ്റാൻഡിങ്, അപ്ലിക്കേഷൻ, ക്രിയേറ്റിവിറ്റി, ഇതാണ്. അപ്പൊ നമുക്കറിയാം. അപ്പൊ ഇത് ഓപ്ഷൻ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ക്രിയേറ്റിവിറ്റി ആണ് കേട്ടോ. നോളജ്, അണ്ടർസ്റ്റാൻഡിങ്, അപ്ലിക്കേഷൻ, ക്രിയേറ്റിവിറ്റി, ഇതിന് ഇംഗ്ലീഷ് പദം ഇതാണ്. അതിൽ ഓപ്ഷൻ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? സർഗാത്മകതയാണ്. അത് നമുക്ക് നോക്കാം. ബെഞ്ചമിൻ ബ്ലൂമിന്റെ ബ്ലൂംസ് ടാക്സോണമി ഉണ്ട്, അതുപോലെ തന്നെ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി ഉണ്ട്. അപ്പൊ ബ്ലൂംസ് ടാക്സോണമിയിൽ എന്താണ്? 3 ഡൊമൈൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. കൊഗ്നിറ്റീവ് ഡൊമൈൻ ഉണ്ട്, അഫക്റ്റീവ് ഡൊമൈൻ ഉണ്ട്, അതുപോലെ തന്നെ സൈക്കോമോട്ടോ ഡൊമൈൻ ഉണ്ട്. ഓക്കെ, അപ്പൊ കൊഗ്നിറ്റീവ് ഡൊമൈനിൽ 5 ഘടകങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. കൊഗ്നിറ്റീവ് ഡൊമൈൻ എന്താ പറയുന്നത്? നമ്മുടെ വൈജ്ഞാനികമായിട്ടുള്ള കഴിവാണ് കൊഗ്നിറ്റീവ് ഡൊമൈനിൽ പറയുന്നുണ്ട്. ഇതില് 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ്? നോളജ്, കോംപ്രഹെൻഷൻ, അപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ് ആൻഡ് ഇവാലുവേഷൻ. ഓക്കെ, അപ്പോ അഫക്റ്റീവ് ഡൊമൈൻ എന്താണ്? നമ്മുടെ അതുപോലെ തന്നെ ഫീലിങ്സ്, ഇൻട്രസ്റ്റ്, അതൊക്കെയാണ്. നമ്മള് ഇൻട്രസ്റ്റ് ഒക്കെയാണ് ഫീലിങ്സ്, പെരുമാറ്റ രീതിയാണ് എന്തിൽ പെടുന്നത്? അഫക്റ്റീവ് ഡൊമൈനിൽ വരുന്നത്. ഫീലിങ്സ്, ഇൻട്രസ്റ്റ് ഒക്കെയാണ്, തുടങ്ങിയ പെരുമാറ്റ രീതികളാണ് അഫക്റ്റീവ് ഡൊമൈനിൽ വരുന്നത്. അതിൽ 5 ഘടകങ്ങൾ പറയുന്നുണ്ട്. റിസീവിങ്, റെസ്പോണ്ടിങ്, വാല്യൂവിങ്, ഓർഗനൈസേഷൻ ആൻഡ് ക്യാരക്ടറൈസേഷൻ. ഇനി സൈക്കോമോട്ടോ ഡൊമൈനിൽ നമ്മുടെ നൈപുണികളാണ് ഉൾപ്പെടുത്തുന്നത്. ഇതിൽ 5 കാര്യങ്ങളാണ് പറയുന്നത്. ഇമിറ്റേഷൻ, മാനിപ്പുലേഷൻ, പ്രിസിഷൻ, ആർട്ടിക്കുലേഷൻ, നാച്ചുറലൈസേഷൻ. ഓക്കെ, ഇതാണ് നമ്മുടെ ബ്ലൂംസ് ടാക്സോണമിയിലെ ഘടകങ്ങൾ. ഇനി റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമിയിൽ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് മാറ്റം വരുത്തിയത് ഏതാണ്? ഏത് ഡൊമൈനിലാണ്? കൊഗ്നിറ്റീവ് ഡൊമൈനിലാണ് മാറ്റം വരുത്തിയത്. അപ്പോ ഇത് നൗൺസിനൊക്കെ വെർബൽ ഫോമിലേക്ക് മാറ്റിയതാണ് എന്ത്? റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി എന്ന് പറയുന്നത്. നോളജ് റിമെമ്പർ ആയി,
comprehension, understanding, application, apply, analysis, analyze, synthesis, evaluate, evaluation, create. അപ്പൊ നമ്മുടെ ഓപ്ഷനിൽ ഏതൊക്കെയാ പറഞ്ഞത്? നോളജ് പറഞ്ഞിട്ടുണ്ട്, അണ്ടർസ്റ്റാൻഡ് പറഞ്ഞിട്ട്, അപ്ലിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ പറഞ്ഞത് ക്രിയേറ്റിവിറ്റി ആണ്. അപ്പൊ ഇതിൽ ഉൾപ്പെടാത്തത് എന്ന് പറഞ്ഞത് നമ്മൾ ഏതാണ്? ക്രിയേറ്റിവിറ്റിയെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ക്രിയേറ്റിവിറ്റി ഇതിലൊന്നും പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലൂംസ് ടാക്സോണമിയിൽ ബെഞ്ചമിൻ എസ് ബ്ലൂമിന്റെ ബ്ലൂംസ് ബുദ്ധിമണ്ഡലത്തിൽ എന്താണ് ഉൾപ്പെടാത്തത്, വികാസഘട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് എന്ന് പറയുന്നത് നമുക്ക് ഏതാണ്? സർഗാത്മകതയായിട്ട് കണ്ടെത്താം. ഓക്കെ, ഇതിലൊന്നും നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ കുറിച്ച് പറയുന്നില്ല. അപ്പൊ നമ്മുടെ സർഗാത്മകതയാണ് എന്ത്? ഇതിൽ ബുദ്ധിമണ്ഡലത്തിൽ ഉൾപ്പെടാത്തത് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി 47ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയവയിൽ വസ്തുനിഷ്ഠ ചോദ്യം ഏത്? ഉപന്യാസം, തുറന്ന ചോദ്യം, ഹ്രസ്വോത്തര ചോദ്യം, ശരിയോ തെറ്റോ ചോദ്യം. വസ്തുനിഷ്ഠം പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഏതാണ്? ഉപന്യാസമാണോ? അല്ല, അത് ഒരു ടോപ്പിക് തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്, എഴുതുന്നതാണ്. ഓപ്പൺ ക്വസ്റ്റ്യൻസ് ആണോ? അല്ല. അത് ഷോർട്ട് ആൻസർ ആണോ? അല്ല. ശരിയോ തെറ്റോ? ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ എപ്പോഴും എന്തായിരിക്കും? ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അധികവും. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ശരിയോ തെറ്റോ ചോദ്യമായിരിക്കും. 48, താഴെ തന്നിട്ടുള്ളവയിൽ കേരളത്തിലെ പരമ്പരാഗത വ്യവസായത്തിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ഇതിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് കേട്ടോ. കേരളത്തിലെ പരമ്പരാഗത വ്യവസായത്തിൽ ഉൾപ്പെടുന്നത് ഇതിൽ ഏതാണ്? മരുന്നുൽപാദന വ്യവസായം, ഓപ്ഷൻ എ മരുന്നുൽപാദന വ്യവസായം, ഓപ്ഷൻ ബി പെട്രോളിയം ഉൽപാദന വ്യവസായം, ഓപ്ഷൻ സി കയർ വ്യവസായം, ഓപ്ഷൻ ഡി കപ്പൽ നിർമ്മാണ വ്യവസായം. അപ്പൊ കേരളത്തിലെ പരമ്പരാഗത വ്യവസായം ഏതാണ്? നമുക്ക് സംശയമൊന്നുമില്ല, എന്താണ്? കയറ്, കൈത്തറി ഒക്കെ എന്താണ്? പരമ്പരാഗത വ്യവസായത്തിൽ പെടുന്നതാണ്. അപ്പൊ നമ്മുടെ ഇതിൽ ഓപ്ഷൻ സി ആയിട്ടാണ് നമുക്ക് ആൻസർ വരുന്നത്. കയർ വ്യവസായമാണ് പരമ്പരാഗത വ്യവസായത്തിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, ഇനി 49, ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ് എന്നാണ്. അപ്പൊ ജസ്റ്റിസ് യു ലളിത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ ബി പറയുന്നത് ജസ്റ്റിസ് എസ് എ ബോംഡെ, ഓപ്ഷൻ സി ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ഓപ്ഷൻ NV രമണയാണ് കേട്ടോ, NV രമണ. അപ്പൊ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ആരാണ്? ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. ജസ്റ്റിസ് യു ലളിത് 49ാമത്തെ ചീഫ് ജസ്റ്റിസ്. ജസ്റ്റിസ് എസ് എ ബോംഡെ പറയുന്നത് 47ാമത്തത്. ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് 50ാമത്തത്. ജസ്റ്റിസ് MV രമണ എന്ന് പറയുന്നത് 48ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 50, പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ സമത്വത്തിനുള്ള അവകാശം, ബി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സി സ്വത്തവകാശം, ഡി വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. നമുക്ക് ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം നമ്മുടെ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? സ്വത്തവകാശമാണ് അല്ലെ. ഓപ്ഷൻ സി ആണ്. അവകാശം മൗലിക അവകാശത്തിൽ നിന്നും എടുത്തു മാറ്റിയിട്ടുള്ളതാണ്. അപ്പൊ നമ്മുടെ മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണ്? സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ന്യൂനപക്ഷ വിദ്യാഭ്യാസവും സാംസ്കാരികപരമായിട്ടുള്ള അവകാശം, ഭരണഘടനാ പ്രശ്ന പരിഹാരത്തിനുള്ള അവകാശം. ഓക്കെ, അപ്പോ സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെയാണ് പറയുന്നത്. സ്വാതന്ത്ര്യത്തിന്റെ അവകാശം, നമുക്ക് വിദ്യാഭ്യാസത്തിനും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം 19 മുതൽ 22 വരെ. ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം 23, 24 ആർട്ടിക്കിളാണ് പറയുന്നത്. അത് ഖനികളിലൊക്കെ കുട്ടികൾ ജോലി ചെയ്യുന്നത് തടഞ്ഞുകൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് 25, 26. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്തിനെയാണ് പ്രതിപാദിക്കുന്നത്? നമുക്ക് ഏത് മതം സ്വീകരിക്കാനുള്ള അവകാശം, അതിനെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ പറയുന്നത്. ഇനി ന്യൂനപക്ഷങ്ങളുടെ സാംസ്കാരിക വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം 29, 30 പറയുന്നത്. ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രൂപീകരിക്കാനും അത് നടപ്പിലാക്കാനുമുള്ള അവകാശമാണ് ന്യൂനപക്ഷങ്ങളുടെ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശത്തിൽ പറയുന്നത്. ഇനി ഭരണഘടനാ പ്രശ്ന പരിഹാരത്തിനുള്ള അവകാശം, ഹേർട്ട് ആൻഡ് സോൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ആരാണ്? ഭരണഘടനാ പ്രശ്ന പരിഹാരത്തിനുള്ള അവകാശത്തെ ഹേർട്ട് ആൻഡ് സോൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇനി 51, താഴെ തന്നിട്ടുള്ളവയിൽ ഇന്ത്യയിലെ റിപ്പോ നിരക്ക് തീരുമാനിക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, സി നബാർഡ്, ഡി ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അഥവാ IMF.
റിപ്പോ നിരക്ക് തീരുമാനിക്കുന്നത് ആരാണ്? സംശയമൊന്നുമില്ല, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് റിപ്പോ നിരക്ക് തീരുമാനിക്കുന്നത്. റിസർവ് ബാങ്ക് എന്താണ്? നോട്ട് അച്ചടിക്കുക, വായ്പ നിയന്ത്രിക്കുക, സർക്കാരിന്റെ ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക് എന്നതാണ് റിസർവ് ബാങ്കിന്റെ ധർമ്മം എന്ന് പറയുന്നത്. ഇത് 1934 ആക്ട് വന്നു, 1935 രൂപീകൃതമായി, 1949 എന്ത് ചെയ്തത്? ദേശസാൽക്കരിച്ചത്. 1935 വരെ 35 to 37 വരെ എവിടെയായിരുന്നു ആസ്ഥാനം എന്ന് പറയുന്നത്? കൊൽക്കത്തയിലായിരുന്നു. 37 മുംബൈ ആസ്ഥാനമായത്. അതുപോലെ തന്നെ നമ്മുടെ റിസർവ് ബാങ്കിനെ ലെൻഡർ ഓഫ് ദ ലാസ്റ്റ് റിസോർട്ട് എന്ന് പറയുന്നത്, വാണിജ്യ ബാങ്കുകൾക്ക് കൂടുതലായിട്ട് വായ്പ നൽകുന്നത് കൊണ്ടാണ് ഇതിനെ വിളിക്കുന്നത് ലെൻഡർ ഓഫ് ദ ലാസ്റ്റ് റിസോർട്ട് എന്ന് പറയുന്നത്. ഇനി ഇതിലെ ഓപ്ഷനിൽ SBI കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇത് ഏറ്റവും വലിയ വാണിജ്യ ബാങ്കാണ്, കൂടുതൽ ശാഖകളുണ്ട്. അതുപോലെ തന്നെ ഇസ്രയേൽ ആദ്യമായി ശാഖ തുടങ്ങിയത് ആരാണ്? SBI ആണ്. ഓക്കെ, ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നബാർഡ് എന്താണ്? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്, കൃഷി, ഗ്രാമവികസനം എന്നിവയ്ക്ക് വേണ്ടിയിട്ടാണ് നബാർഡ് രൂപീകരിച്ചത്. 1982 ജൂലൈ 2 അതുപോലെ തന്നെ IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, 1945 തുടക്കത്തിൽ 45 അംഗങ്ങളാണ് ഉണ്ടായത്, പിന്നീട് 190 ഇതിന്റെ ധർമ്മം എന്ന് പറയുന്നത് കോപ്പറേറ്റ് ചെയ്യുക, മോണിറ്ററി കോപ്പറേഷൻസ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഇന്റർനാഷണൽ ട്രേഡ്, ഇതൊക്കെയാണ് ഇത് രണ്ടാമത്തെ പോയിന്റ് ആണ് കേട്ടോ, ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് IMFന്റെ പ്രധാന ധർമ്മമായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി 52ാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെ നൽകിയിട്ടുള്ളതിൽ വൈഗോട്സ്കി പഠന ആശയങ്ങളുമായി പൊരുത്തപ്പെടാത്തത് ഏത്? വൈഗോട്സ്കിയുടെ പഠന ആശയത്തിൽ പൊരുത്തപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ സഹവർത്തിത്വ പഠനം, ബി കൈത്താങ്, സി ആശയ സമ്പാദന മാതൃക, സഹകരണാത്മക പഠനം. ഓപ്ഷൻ എ കൊളാബറേറ്റീവ് ലേണിംഗ് ആണ് സഹവർത്തിത പഠനം. സഹകരണ പഠനം എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ലേണിംഗ്. സ്കഫോൾഡിംഗ്, കൈത്താങ് എന്ന് പറയുന്നത് സ്കഫോൾഡിംഗ്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ആശയ സമ്പാദന മാതൃക. ഇത് ഏതിൽ പെടാത്തതാണ്? വൈഗോട്സ്കിയുടെ ആശയത്തിൽ ഉൾപ്പെടാത്തതാണ്. അപ്പൊ കോപ്പറേറ്റീവും കൊളാബറേറ്റിംഗും സ്കഫോൾഡിങ്ങും എന്തിൽ പെടുന്നതാണ്? നമ്മുടെ വൈഗോട്സ്കിയുടെ ആശയത്തിൽ പെടുന്നതാണ്. ആശയ സമ്പാദന മാതൃക ആര് കൊണ്ടുവന്നതാണ്? ബ്രൂണർ കൊണ്ടുവന്നതാണ്. ആശയ സമ്പാദന മാതൃക ആര് കൊണ്ടുവന്നതാണ്? ബ്രൂണറുടേതാണ്. ഓക്കെ, അപ്പൊ കോപ്പറേറ്റീവ് ലേണിംഗ് എന്താണ്? നമ്മളൊരു ഗ്രൂപ്പായിട്ട് സഹകരിച്ച് പഠിക്കുക. കൊളാബറേറ്റീവ് ലേണിംഗ് എന്താണ്? അതായത് ഒരു ഗ്രൂപ്പിൽ ഒരു പ്രശ്നം സോൾവ് ചെയ്തിട്ട് ഒരു ലക്ഷ്യത്തിലെത്തി അതിലൂടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുക, അത് ഒരു ഗ്രൂപ്പ് ലേണിംഗ് ആണ്. സ്കഫോൾഡിംഗ് എന്താണ്? അധ്യാപകര് അതുപോലെ രക്ഷിതാക്കളൊക്കെ എന്തായിരിക്കണം? ഒരു കുട്ടിയെ പിടിച്ചുയർത്തുന്ന കൈത്താങ്, ഒരു സ്കഫോൾഡർ ആയിരിക്കണം എന്ന് പറഞ്ഞത് ആരാണ്? വൈഗോട്സ്കി ആണ്. ഓക്കെ, ഇനി 53ാമത്തെ ക്വസ്റ്റ്യൻ. സാമൂഹിക ശാസ്ത്ര ക്ലാസ് മുറിയിലെ പ്രക്രിയാശേഷിയായി പരിഗണിക്കാത്തത് ഏത്? നിരീക്ഷിക്കൽ, ഓപ്ഷൻ എ നിരീക്ഷിക്കൽ, ഓപ്ഷൻ ബി പരീക്ഷിക്കൽ, ഓപ്ഷൻ സി ഓർമ്മശക്തി, ഓപ്ഷൻ ഡി വിവരശേഖരണം. ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ഓർമ്മശക്തിയാണ് കേട്ടോ. നമ്മൾ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നിരീക്ഷിക്കുക അല്ലെ. പരീക്ഷിക്കുന്ന നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുക. മെമ്മറി, വിവരശേഖരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുക. അപ്പൊ മെമ്മറിയാണ് സാമൂഹിക ശാസ്ത്ര ക്ലാസ് മുറിയിലെ പ്രക്രിയാശേഷിയായിട്ട് നമ്മൾ പരിഗണിക്കാത്തതായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി 54ാമത്തെ ക്വസ്റ്റ്യൻ. സ്വാഭാവികമായ സാമൂഹിക ശാസ്ത്ര ക്ലാസ്സിൽ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് ഉപയോഗിക്കാവുന്ന ഏറ്റവും മികച്ച പ്രവർത്തന രീതിയാണ്. ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ എ സെമിനാർ, ബി വർക്ക്ഷോപ്പ്, സി പ്രൊജക്ട്, ഡി അസൈൻമെന്റ്. ഏതാണ്? ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ സി പ്രൊജക്റ്റ് ആണ്. സെമിനാർ എന്ന് പറയുന്നത് ഒരു ടോപ്പിക് വെച്ചിട്ട് നമ്മൾ ക്ലാസ് എടുക്കുക. വർക്ക്ഷോപ്പ് ഒരു കൂട്ടമായിട്ട് നടക്കുന്നതാണ്. അതുപോലെ തന്നെ പ്രൊജക്റ്റും നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടോപ്പിക്കിനെ വെച്ച് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അസൈൻമെന്റ് ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ അതായിട്ടുള്ള രീതിയിൽ അസൈൻമെന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും സാമൂഹിക ശാസ്ത്ര ക്ലാസ്സിൽ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് പ്രൊജക്റ്റ് ആണ്. ഇനി 55ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ ശരീരം ഹാജരാക്കുക എന്നർത്ഥം വരുന്ന റിട്ട് ഏത്? നമുക്ക് ഓപ്ഷൻ നോക്കാം. എ മാൻഡമസ്, ബി പ്രൊഹിബിഷൻ, സി കോവാറന്റോ, ഡി ഹേബിയസ് കോർപ്പസ്. 5 റിട്ടുകളാണ് ഉള്ളത്. ഏതൊക്കെയാണ്?
പ്രൊഹിബിഷൻ. ആദ്യത്തെ റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, കോവാറന്റോ, സോഷ്യോററി. അപ്പൊ ഇതിൽ ശരീരം ഹാജരാക്കുക എന്ന അർത്ഥം വരുന്ന റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ് ആണ്, ശരീരം ഹാജരാക്കുക. അപ്പൊ ഹേബിയസ് കോർപ്പസ് എന്താ നമുക്ക് നോക്കാം. അന്യായമായ തടങ്കലിൽ നിന്ന് നമ്മുടെ പൗരനെ മോചിപ്പിക്കാനുള്ള ഉത്തരവാണ് എന്ത്? ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. മാൻഡമസ് എന്താണ്? ഇതൊരു കൽപ്പനയാണ്. സർക്കാർ അവർക്കുള്ള ഉദ്യോഗസ്ഥന് നിർവർത്തിക്കേണ്ട അവരുടെ നിറവേറ്റാൻ പറഞ്ഞിട്ടുള്ള ഉത്തരവ് അവർ നിറവേറ്റാതെ ഇരിക്കുമ്പോൾ അത് നിറവേറ്റാൻ പറഞ്ഞുകൊണ്ടുള്ള ഉത്തരവിനെയാണ് എന്ത് പറയുന്നത്? മാൻഡമസ് എന്ന് പറയുന്നത്. ഇതൊരു കൽപ്പനയാണ്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അവരുടെ ഉത്തരവാദിത്തം നിറവേറ്റാതിരിക്കുമ്പോൾ അത് നിറവേറ്റാൻ പറഞ്ഞുകൊണ്ടിട്ടുള്ള ഉത്തരവാണ് മാൻഡമസ് എന്ന് പറയുന്നത്. ഇനി പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് കീഴ്ക്കോടതി അതിന്റെ അധികാര വിഷയത്തിൽ നിന്ന് പുറത്തുള്ള കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ അതിനെതിരായിട്ടുള്ളതാണ് ഉത്തരവാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. അതായത് ഇനി മൂന്നാമത്തായിട്ട് നമുക്ക് കോവാറന്റോ നോക്കാം. നാലാമത്തായിട്ട് കോവാറന്റോ നോക്കാം. കോവാറന്റോ എന്താണ്? ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നതിനെ തടഞ്ഞുകൊണ്ടുള്ളതാണ് എന്ത്? കോവാറന്റോ എന്ന് പറഞ്ഞ റിട്ട്. ഇനി സോഷ്യോററി എന്താണ്? മേൽക്കോടതിയിലേക്ക് വിലയിരുത്തലിനായിട്ട് കീഴ്ക്കോടതിയിൽ നിന്ന് നടപടികൾ വിളിച്ചു വരുത്തുന്നതിനെയാണ് എന്ത് പറയുന്നത്? സോഷ്യോററി എന്ന് പറയുന്നത്. അപ്പം ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, കോവാറന്റോ, സോഷ്യോററി, അങ്ങനെ 5 റിട്ടുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ ആണല്ലോ? അപ്പൊ ശരീരം ഹാജരാക്കുക എന്ന അർത്ഥം വരുന്ന റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ് ആണ്. നമ്മുടെ ആൻസറിൽ വരുന്നത് ഹേബിയസ് കോർപ്പസ് ആണ്. ഇനി 56ാമത്തെ ക്വസ്റ്റ്യൻ. ആനുകാലിക സംഭവങ്ങൾ കുട്ടികൾക്ക് നൽകുന്നതിന് അനുയോജ്യമല്ലാത്ത പ്രവർത്തനം ഏത്? ഓപ്ഷൻ എ മോഡൽ നിർമ്മാണം, ബി റേഡിയോ പരിപാടികൾ, സി ക്വിസ് മത്സരങ്ങൾ, ഡി പത്രപാരായണം. അതായത് കറണ്ട് അഫയേഴ്സ് കുട്ടികൾക്ക് നൽകുന്നതിന് അനുയോജ്യമല്ലാത്തത് ഏതാണ്? മോഡൽ നിർമ്മാണത്തിലൂടെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ടോ? നമുക്ക് കറന്റ് ആയിട്ടുള്ള അറിവ് കിട്ടുന്നുണ്ടോ? ഇല്ല. റേഡിയോ പരിപാടിയിലൂടെ കിട്ടുന്നുണ്ട്, ക്വിസ് മത്സരത്തിലൂടെ കിട്ടുന്നുണ്ട്, പത്രപാരായണത്തിലൂടെ നമുക്ക് കറന്റ് ആയിട്ടുള്ള അറിവുകൾ കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഇതിൽ ഏതാണ്? ഓപ്ഷൻ എ ആണ്, മോഡൽ നിർമ്മാണം. മോഡൽ നിർമ്മാണത്തിലൂടെ നമുക്ക് കറന്റ് ആയിട്ടുള്ള അനുഭവങ്ങളൊന്നും കിട്ടുന്നില്ല. ഇനി 57. സംഘം ചേർന്നുള്ള പ്രവർത്തനങ്ങളിലൂടെ കുട്ടികളിൽ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത്? ഓപ്ഷൻ എ സാമൂഹിക വികസനം, ബി ശാരീരിക വികസനം, സി മാനസിക വികസനം, ഡി വൈകാരിക വികസനം. എന്താണ്? സംഘം ചേർന്നുള്ള പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് കുട്ടികൾക്ക് എന്താണ് കിട്ടുന്നത്? ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം എന്താണ്? സാമൂഹിക വികസനമാണ് അവിടെ ഉണ്ടാവുന്നത്. ശാരീരിക വികസനവും മാനസിക വികസനവും വൈകാരിക വികസനവുമെല്ലാം നമുക്ക് സാമൂഹിക വികസനമാണ് സംഘം ചേർന്ന പ്രവർത്തനത്തിലൂടെ ലഭിക്കുന്നത്. ഇനി 58ാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെ പറയുന്നവയിൽ ഗ്രാഫിക് ഉപകരണങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ ചാർട്ട്, ബി ബുള്ളറ്റിൻ ബോർഡ്, സി കാർട്ടൂൺ, ഡി ഭൂപടം. അപ്പൊ ഏതാണ്? നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഗ്രാഫിക് ആയിട്ടുള്ള ചിത്രം നമുക്ക് കിട്ടാത്തത് ഏതിൽ നിന്നാണ്? ബുള്ളറ്റിൻ ബോർഡിലാണ്. അപ്പൊ ചുവടെ പറയുന്നത് ഗ്രാഫിക് ഉപകരണങ്ങളിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ബുള്ളറ്റിൻ ബോർഡ്. നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി 59ാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത ക്ലാസ്സിൽ കാഴ്ചക്കുറവുള്ള കുട്ടിക്ക് പ്രത്യേക പഠനോപകരണം നിർമ്മിക്കണം എന്ന് സാമൂഹിക ശാസ്ത്ര അധ്യാപകയുടെ ടീച്ചിങ് മാനുവലിലെ ഈ ഭാഗം എന്തിനെ സൂചിപ്പിക്കുന്നു? ഇത് ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മുടെ അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ എന്താണ്? കാഴ്ച പരിമിതിയുള്ള കുട്ടിക്ക് അതിൻ്റെതായിട്ടുള്ള പഠന ഉപകരണങ്ങൾ നിർമ്മിച്ചു കൊണ്ടുവരണമെന്ന് അധ്യാപിക മനസ്സിലാക്കുകയാണ്. അത് ടീച്ചിങ് മാനുവലിലെ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ്. ഓപ്ഷൻ എ പ്രതിഫലനാത്മക കുറിപ്പ്, ബി വിലയിരുത്തൽ പേജ്, സി പ്രക്രിയ പേജ്, ഡി പ്രാഥമിക വിവരങ്ങൾ. റിഫ്ലക്റ്റീവ് നോട്ട്, അസസ്മെന്റ് പേജ്, നമ്മുടെ പ്രക്രിയകൾ ചെയ്യുന്ന പേജ്, അതുപോലെ തന്നെ പ്രൈമറി ഡാറ്റകൾ, ഇതൊക്കെയാണ് നമ്മുടെ ടീച്ചിങ് മാനുവലിലെ ഘടകങ്ങളൊക്കെയാണ് ഇത്. അപ്പൊ റിഫ്ലക്ട് നോട്ടിലാണ് നമ്മുടെ എന്ത് പറയുന്നത്? റിഫ്ലക്ട് നോട്ടിൽ എന്താണ് ടീച്ചർ പറയുന്നത് എന്ന് വെച്ചാൽ ഇതിൽ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നതും റിഫ്ലക്ട് നോട്ടാണ്. റിഫ്ലക്ട് നോട്ടിൽ ടീച്ചർ എന്താണ് പറയുന്നത്? ടീച്ചറുടെ അധ്യാപനത്തിൽ എന്തൊക്കെ ഇനി ഇംപ്രൂവ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളാണ് എന്തിൽ ഉൾപ്പെടുന്നത്? റിഫ്ലക്ട് നോട്ടിൽ ഉൾപ്പെടുത്തുന്നത്. അസസ്മെന്റിൽ എന്താണ്? അസസ്മെന്റിൽ
കുട്ടിയെ വിലയിരുത്തുകയാണ് ചെയ്യുന്നത്. ടീച്ചർ കുട്ടിക്ക് എന്തെങ്കിലും പോരായ്മയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കുട്ടിയെ വിലയിരുത്താണ് അസസ്മെന്റ് പേജിൽ ചെയ്യുന്നത്. പിന്നെ പ്രാഥമിക വിവരങ്ങളിൽ പ്രൈമറി ഡാറ്റകളും പിന്നെ പ്രക്രിയ പേജിൽ അവിടെ അന്നത്തെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നൽകണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തുന്നത്. അപ്പം ടീച്ചറുടെ ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ ടീച്ചർ റിഫ്ലക്റ്റിംഗ് നോട്ടിലാണ് ഉൾപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ സഹപ്രവർത്തകർക്ക് സ്കൂളുകൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ടീച്ചർ ഉൾപ്പെടുത്തുന്നത് ഏതിലായിരിക്കും? പ്രതിഫലനാത്മക കുറിപ്പ് അഥവാ റിഫ്ലക്റ്റ് നോട്ടിലാണ്. അപ്പൊ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് പ്രതിഫലനാത്മക കുറിപ്പാണ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ 60. കുട്ടികളുടെ വൈകാരിക വികസനവുമായി ബന്ധപ്പെട്ടത് ഏത്? ഓപ്ഷൻ എ സ്നെല്ലൻ ചാർട്ട്, ബി ബ്രിഡ്ജസ് ചാർട്ട്, സി ഫ്ലോ ചാർട്ട്, ഡി റേബസ് പിക്ചർ. അപ്പൊ ഏതാണ് വൈകാരിക വികസനവുമായിട്ട് ബന്ധപ്പെട്ടത്? ഏതാണ്? ബ്രിഡ്ജസ് ചാർട്ട് ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബ്രിഡ്ജസ് ചാർട്ട് ആണ്. ഇതില് സ്നെല്ലൻ ചാർട്ട് എന്തിനെയാണ് കാണിക്കുന്നത്? കാഴ്ച പരിമിതിയുള്ള ആളുകൾക്ക് കാഴ്ചശക്തി പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? സ്നെല്ലൻ ചാർട്ട് ഉപയോഗിക്കുന്നത്. ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് നമ്മളൊരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് അവിടെ നടത്തുന്നത്. പിന്നെ റേബസ് പിക്ചർ എന്ന് പറയുന്നത് ഒരു പസിലാണ്. പിന്നെ ബ്രിഡ്ജസ് ചാർട്ട് ആര് രൂപപ്പെടുത്തിയതാണ്? കാതറിൻ ബ്രിഡ്ജസ് ആണ് രൂപപ്പെടുത്തിയത്. ഇത് വൈകാരിക വികാസവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ബ്രിഡ്ജസ് ചാർട്ട് പറയുന്നത് നമ്മുടെ ജനനം മുതൽ ഒരു കുഞ്ഞിന്റെ 24-ാം മാസം വരെയുള്ള കാലഘട്ടത്തെയാണ് ഇദ്ദേഹം ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ആദ്യം പറയുന്നത് ഇതിന്റെ ജനിക്കുമ്പോൾ സീറോയില് കുട്ടിക്ക് എന്തായിരിക്കും ആദ്യം ഉണ്ടാകുന്നത്? വൈകാരികമായിട്ടുള്ള മാറ്റം എന്തായിരിക്കും? അവിടെ ഒരു എക്സൈറ്റ്മെന്റ് ആണ് കുട്ടിക്ക് ഉണ്ടാവുന്നത്. അത് ജനനത്തില് ജനിക്കുമ്പോൾ തന്നെ കുട്ടിക്ക് അവിടെ എന്താ ഉണ്ടാവുന്നത്? കാതറിൻ ബ്രിഡ്ജസ് പറഞ്ഞത് എക്സൈറ്റ്മെന്റ് ആണ് ഉണ്ടാവുന്നത്. പിന്നെ 3-ാം മാസം ആകുമ്പോഴേക്കും കുട്ടിക്ക് എന്തുണ്ടാവുന്നു? ഉല്ലാസം, അസ്വാസ്ഥ്യം തുടങ്ങിയ 2 ഇമോഷൻസ് ആണ്, വൈകാരികമായിട്ടുള്ള ഭാവങ്ങളാണ് അവർക്ക് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ 6-ാം മാസം ആവുമ്പോൾ ഉല്ലാസം, അസ്വാസ്ഥ്യം, അതിന് കൂടെ തന്നെ ഭയം, ദേഷ്യം, വെറുപ്പ് തുടങ്ങിയ ഇമോഷൻസ്, വൈകാരികമായിട്ടുള്ള മാറ്റങ്ങൾ കൂടി കുട്ടിക്ക് ഉണ്ടാവുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 12-ാം മാസം ആവുമ്പോൾ കുട്ടിക്ക് എന്തുണ്ടാവുന്നുണ്ട്? പ്രിയം, ആഹ്ലാദം തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. 18-ാം മാസം ആവുമ്പോൾ കുട്ടികളോട് മുതിർന്നവരോടൊക്കെ അവർക്ക് എന്തുണ്ടാവുന്നു? കൂടുതലായിട്ട് സ്നേഹമുണ്ടാവുന്നു. അതുപോലെ തന്നെ 24-ാം മാസം ആവുമ്പോഴേക്കും കുട്ടിക്ക് എന്തുണ്ടാവുന്നു? ആനന്ദം ഉണ്ടാവുന്നു. അപ്പോൾ ഇത്രയും കാര്യമാണ് കാതറിൻ ബ്രിഡ്ജസ് ചാർട്ടിൽ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സോഷ്യൽ സയൻസിന്റെ 60 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാ കാര്യവും കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കും. ഓക്കെ, താങ്ക് യു.